നമസ്കാരം. 2001 ഒക്ടോബർ 24 വൈകുന്നേരം 6:30 ആ സമയത്താണ് ചെന്നൈയിൽ നിന്ന് ഒരു ടാറ്റ സുമയിൽ ജീവജ്യോതിയും പ്രിൻസും ജീവജ്യോതിയുടെ മാതാപിതാക്കളും സഹോദരനും തിരുനെൽവേലിക്ക് തിരിച്ചത്. ആ ടാറ്റ സുമയുടെ പുറകിലായി ശരവണഭവന്റെ ഉടമ രാജഗോപാൽ അദ്ദേഹത്തിന്റെ മെഴ്സറസ് ബെൻസിൽ അവരെ ഫോളോ ചെയ്യുകയാണ്. ആ വാഹനങ്ങൾ ഒക്ടോബർ 25 തിരുനെൽവേലിക്ക് സമീപമുള്ള വേപ്പൻകുളം ഗ്രാമത്തിലെ ചെല്ലമ്മാളിന്റെ വസതിയിലെത്തി. അവർ പഴയതുപോലെ കവടി നിരത്തി ചില കാര്യങ്ങളൊക്കെ രാജഗോപാലിനോടും ജീവജ്യോതിയോടും ഒക്കെ പറഞ്ഞു. അതിനുശേഷം അവരെ കൊണ്ടുവന്നത് ആ പാണ്ഡിച്ചിയുടെ വീട്ടിലാണ്. പഴയതുപോലെ ജീവജ്യോതിക്ക് ആ പാണ്ഡിച്ചി ഒരു മഗ് നിറയെ വെള്ളം കുടിക്കാനായി കൊടുത്തു. ആ വെള്ളം ജീവജ്യോതി കുടിച്ചതും ഒരു മെറ്റൽ ട്യൂബ് ജീവജ്യോതിയുടെ വായ്ക്കകത്തൂടി ഉള്ളിലേക്ക് കടത്തി മറുഭാഗം അവരുടെ വായിൽ വെച്ചതിന് ശേഷം അവർ ജീവജ്യോതിയുടെ വയറ്റിൽ നിന്ന് പതുക്കെ ആ ട്യൂബിലൂടെ എന്തോ ചിലത് വലിച്ചെടുക്കുകയാണ്. അല്പനേരം അങ്ങനെ വലിച്ചതിന് ശേഷം അവർ കറുത്ത നിറത്തിലുള്ള ഒരു ദ്രാവകം പുറത്തേക്ക് തുപ്പി. അതിനു മുമ്പ് ഒരു തവണ ചെയ്ത അതേ ശൈലിയിൽ ആ സ്ത്രീ 2-3 പ്രാവശ്യം കൂടി ആ ക്രിയ ആവർത്തിച്ചു. ജീവജ്യോതിക്ക് പ്രിൻസ് കൊടുത്തിട്ടുള്ള കൈവിഷം അവർ ജീവജ്യോതിയുടെ ശരീരത്തിൽ നിന്ന് വലിച്ചു പുറത്തെടുക്കുന്നു എന്നാണ് അങ്ങനെ ചെയ്തുകൊണ്ട് അവർ പറഞ്ഞത്. അവിടെ നിന്ന് ആ ടീം പോയത് തിരുച്ചെന്തൂരിലുള്ള മുരുകൻ ക്ഷേത്രത്തിലേക്കാണ്. ആ മുരുകൻ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും തൊഴുന്ന ഒരു ശീലം നേരത്തെ തന്നെ രാജഗോപാലിനുണ്ട്. ആ ക്ഷേത്രത്തിന്റെ നടയിലൂടെ കടന്നു പോകുന്ന എല്ലാ സമയത്തും രാജഗോപാൽ ആ മുരുകൻ ക്ഷേത്രത്തെ ഒന്ന് വണങ്ങാറുണ്ട്. ആ ക്ഷേത്രത്തെ വണങ്ങി രാജഗോപാൽ ആ ടീമുമായി എത്തിയത് ക്ഷേത്രത്തിലെ ഗസ്റ്റ് ഹൗസിലാണ്. ഗസ്റ്റ് ഹൗസിൽ കുറച്ചു നേരം തങ്ങിയ ടീം അവിടെ നിന്ന് എത്തിയത് ആര്യാസ് ഹോട്ടലിലാണ്. ആര്യാസ് ഹോട്ടലിൽ ജീവജ്യോതിക്കും കുടുംബത്തിനും വേണ്ടി രാജഗോപാൽ മുറികൾ ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഒക്ടോബർ 25 രാത്രി ആ ഹോട്ടലിൽ തങ്ങിയ ജീവജ്യോതിയുടെ കുടുംബത്തെ പിറ്റേ ദിവസം, അതായത് ഒക്ടോബർ 26 രാവിലെ 6:30 മണിക്ക് വിളിച്ചുണർത്തുന്നത് തമിഴ് സെൽവനാണ്. കഥക് തുറന്ന ജീവജ്യോതിയോടായി തമിഴ് സെൽവൻ രാജഗോപാൽ അവരെ കാത്തിരിക്കുന്ന കാര്യം സൂചിപ്പിച്ചു. തമിഴ് സെൽവൻ പറഞ്ഞ അനുസരിച്ച് ജീവജ്യോതിയും അവളുടെ ഭർത്താവ് പ്രിൻസും നേരെ താഴേക്കിറങ്ങി. തമിഴ് സെൽവനൊപ്പം താഴെ ഇറങ്ങി വന്ന ജീവജ്യോതിയും പ്രിൻസും പുറത്ത് ഒരു ടാറ്റ സുമ കിടക്കുന്ന കണ്ടു. ആ ടാറ്റ സുമയുടെ അടുത്തേക്കാണ് തമിഴ് സെൽവൻ അവരെ കൊണ്ടുവന്നത്. ആ ടാറ്റ സുമയുടെ ഡോറ് തുറന്നു കിടക്കുകയാണ്. അകത്ത് സാക്ഷാൽ രാജഗോപാലുണ്ട്. കാറിനടുത്ത് പ്രിൻസും ജീവജ്യോതിയും എത്തിയപ്പോൾ രാജഗോപാൽ അവരോട് വാഹനത്തിനുള്ളിൽ കയറാൻ പറഞ്ഞു. അദ്ദേഹത്തിന് അവരോട് ഏതോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പ്രിൻസും ജീവജ്യോതിയും കാറിനകത്തേക്ക് കയറി. അവർ കാറിനകത്തേക്ക് കയറിയതും ഡോർ അടഞ്ഞു, വാഹനം മൂവ് ചെയ്ത് തുടങ്ങി. ആ വാഹനം ആര്യാസ് ഹോട്ടലിൽ നടയുന്ന മൂവ് ചെയ്യുമ്പോൾ അതിന് തൊട്ടു പുറകിലായി മറ്റൊരു ടാറ്റ സുമോഡി ഉണ്ട്. ആ 2 വാഹനങ്ങളും അല്പനേരത്തെ ഓട്ടത്തിന് ശേഷം റോഡിലുള്ള ഒരു കലിങ്കിന്റെ സമീപം എത്തി. തിരുനെൽവേലി മധുരൈ ഹൈവേയിൽ കരായി ഇരിപ്പ് കലിങ്ക് എന്ന് പറയുന്ന ആ കലിങ്കിന്റെ അടുത്താണ് ആ 2 ടാറ്റ സുമോകളും എത്തിയത്. ഇപ്പോ ആ കലിങ്കിന്റെ മറുഭാഗത്ത് വലിയ ഹോസ്പിറ്റലും സംവിധാനങ്ങളും ഒക്കെ ആണെങ്കിലും 2001 ഈ ഒക്ടോബർ മാസത്തിൽ അവിടെ ശരിക്കും ഒരു പാടമാണെന്ന് പറയാം. ശരിക്കും ജനവാസമില്ലാത്ത വിജനമായ ഒരു സ്ഥലം. 2 ടാറ്റ സുമകളും നിന്നപ്പോൾ രണ്ടാമത്തെ ടാറ്റ സുമയിൽ നിന്ന് ഡാനിയലും കാർമേഘവും ഹുസൈനും കാശിയും പുറത്തിറങ്ങി. അവർ 1ാമത്തെ ടാറ്റ സുമയുടെ അടുത്തേക്ക് വന്നു. അവർ ആ ടാറ്റ സുമയുടെ അടുത്തേക്ക് വരുമ്പോൾ ആ ടാറ്റ സുമയിൽ പ്രിൻസിനും ജീവജ്യോതിക്കും ഒപ്പം ഉണ്ടായിരുന്ന രാജഗോപാൽ ആ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി പ്രിൻസിന്റെ കോളറെ പിടിച്ച് പ്രിൻസിനെ വലിച്ചു പുറത്തിറക്കി. ടാറ്റ സുമയിൽ നിന്ന് വലിച്ചു പുറത്തിറക്കപ്പെട്ട പ്രിൻസിനെ രാജഗോപാൽ പുറയിലത്തെ ആ ടാറ്റ സുമയിൽ നിന്ന് വന്ന 4-അംഗ ടീമിന് നേരെ ഒന്ന് തള്ളി. ഡാനിയലിനും കാശിക്കും നേരെയാണ് രാജഗോപാൽ പ്രിൻസിനെ തള്ളിയത്. പ്രിൻസ് അവരുടെ പുറത്തേക്ക് വീണതും ഡാനിയലും കാശിയും ഹുസൈനും കാർമേഘവും കൂടി അവനെ തൂക്കിയെടുത്ത് അവർ വന്ന ടാറ്റ സുമയിലേക്ക് തള്ളിക്കയറ്റി. ഈ രംഗം സ്വാഭാവികമായിട്ടും ജീവജ്യോതി കാണുന്നുണ്ട്. പ്രിൻസിനെ ബലമായി പുറകിൽ വന്ന കാറിനകത്തേക്ക് വലിച്ചു കയറ്റുന്ന കണ്ട ജീവജ്യോതി അലറി കരഞ്ഞുകൊണ്ട് കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിച്ചതും രാജഗോപാൽ കാറിനകത്തേക്ക് കയറുകയും ബലമായി ജീവജ്യോതിയെ പിടിച്ചു വെക്കുകയും ചെയ്തു. അതേ സമയത്ത് തന്നെ അയാൾ പുറകിലോട്ട് നോക്കി ഉറക്കെ ഡാനിയലിനോടും ടീമിനോടും പറഞ്ഞു, ഇവനാ മുടിച്ചിരിങ്ക. അങ്ങനെ രാജഗോപാൽ പറഞ്ഞതും പുറകിലത്തെ ടാറ്റ സുമ മൂവി തുടങ്ങി. ഇവനെ മുടിച്ചിടുങ്ക എന്ന് രാജഗോപാൽ പറഞ്ഞതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. പ്രിൻസിനെ തീർക്കാൻ രാജഗോപാൽ ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്. ഡാനിയലും സംഘങ്ങളും പ്രിൻസിനെയും കൊണ്ട് മധുരയെ ലക്ഷ്യമാക്കി പായുമ്പോൾ മറ്റേ ടാറ്റ സുമയിൽ ഉണ്ടായിരുന്ന ജീവജ്യോതിയെ പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ രാജഗോപാൽ ബലമായി പിടിച്ചിരിക്കുകയാണ്.
ആ സമയത്ത് ആ ടാറ്റ സുമയും മൂവി തുടങ്ങി. രാജഗോപാൽ ജീവജ്യോതിയുമായി എത്തിയത് രാജാസ് ഹോട്ടലിലാണ്. അവിടെയുള്ള അവരുടെ ഫാമിലിയും കൂട്ടി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും അവരുടെ വാഹനം ചെന്നൈയിലേക്ക് തിരിച്ചു. ചെന്നൈയിൽ ജീവജ്യോതിയും ഫാമിലിയും മടങ്ങിയെത്തുന്നത് പ്രിൻസ് ഇല്ലാതെയാണ്. പ്രിൻസ് എന്തായാലും രാജഗോപാലിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു വരും എന്നൊരു പ്രതീക്ഷ ജീവജ്യോതിക്ക് ആ സമയത്തും ഉണ്ട്. ജീവജ്യോതിയുടെ ആ പ്രതീക്ഷ അവരുടെ കുടുംബാംഗങ്ങൾക്കുമുണ്ട്. തിരുനെൽവേലിയിൽ നിന്ന് ഒക്ടോബർ 27 ചെന്നൈയിൽ മടങ്ങിയെത്തിയ ജീവജ്യോതിയുടെ ആ കുടുംബം രാജഗോപാലിന്റെ ഗുണ്ടകളുടെ തടവിലാണ്. അങ്ങനെ തടവിൽ കഴിയുന്ന ആ കുടുംബത്തിലേക്ക് ഒക്ടോബർ 29 രാജഗോപാൽ ഒരു ജോത്സ്യനെ എത്തിച്ചു. ആ കുടുംബത്തിലെത്തിയ രവി ജോത്സ്യൻ രാജഗോപാലിന്റെ സാന്നിധ്യത്തിൽ ജീവജ്യോതിയുടെയും അതുപോലെ പ്രിൻസിന്റെയും ജാതകം ഒന്ന് ഒത്തുനോക്കി, പൊരുത്തു നോക്കുകയാണ്. പൊരുത്തു നോക്കിയ രവി ജോത്സ്യൻ ജീവജ്യോതിയുടെ കുടുംബാംഗങ്ങൾ മുഴുവൻ കേൾക്കെ ആ കാര്യം വ്യക്തമാക്കി. ജീവജ്യോതിയും പ്രിൻസും തമ്മിൽ ഒരു തരത്തിലുമുള്ള ഭാര്യാഭർത്ത ബന്ധങ്ങളുമില്ല. അവരുടെ ബന്ധം യഥാർത്ഥത്തിൽ സഹോദരി സഹോദരന്മാരെ ആകാൻ വേണ്ടി മാത്രമുള്ളതാണ്. ജീവജ്യോതിയുടെ ജാതകത്തിൽ ചില ദോഷങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ജീവജ്യോതിക്ക് പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടുന്നത്. ആ ദോഷങ്ങൾ എത്രയും പെട്ടെന്ന് തീർക്കണം. അങ്ങനെ ഒരു നിർദ്ദേശമാണ് രവി ജോത്സ്യൻ രാജഗോപാലിന്റെ സാന്നിധ്യത്തിൽ ജീവജ്യോതിയുടെ മാതാപിതാക്കളോട് പറഞ്ഞത്. രവി ജോത്സ്യന്റെ നിർദ്ദേശപ്രകാരം ജീവജ്യോതിയെ എത്തിച്ചത് രഘുനാഥ് അയ്യർ എന്ന പുരോഹിതന്റെ വീട്ടിലാണ്. ആ വീട്ടിലെത്തിയ ജീവജ്യോതിയോട് രഘുനാഥ് അയ്യർ അകത്ത മുറിയിലുള്ള പാത്രത്തിലേക്ക് ഒന്ന് നോക്കാൻ പറഞ്ഞു. ജീവജ്യോതി അകത്ത മുറിയിലേക്ക് ചെന്നു. അവിടെ ഒരു വലിയ വാർപ്പ് വെച്ചിട്ടുണ്ട്. ആ വാർപ്പിനകത്ത് നിറയെ എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. എണ്ണ നിറച്ചു വെച്ചിരിക്കുന്ന ആ വാർപ്പിലേക്കാണ് ജീവജ്യോതി നോക്കേണ്ടത്. ജീവജ്യോതി ആ എണ്ണയിലേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ എണ്ണയിൽ അവളുടെ പ്രതിബിംബം കാണാം. അവൾ ആ എണ്ണയിലേക്ക് നോക്കി. അവൾ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവളെ കാത്ത് ഒരു സ്ത്രീ നിൽപ്പുണ്ട്. ആ സ്ത്രീ ജീവജ്യോതിയുടെ കഴുത്തിൽ പ്രിൻസ് അണിയിച്ച ആ താലി അങ്ങ് അഴിച്ചെടുത്തു. അത് അഴിച്ചെടുത്ത് ആ സ്ത്രീ മറ്റൊരു മാല ജീവജ്യോതിയുടെ കഴുത്തിൽ അണിയിക്കുകയും ചെയ്തു. രഘുനാഥ് അയ്യരുടെ വീട്ടിൽ വെച്ച് ജീവജ്യോതിയുടെ കഴുത്തിൽ നിന്ന് താലിമാല അഴിച്ചെടുത്തത് രാജഗോപാലിന്റെ രണ്ടാം ഭാര്യ കൃതികയാണ്. രാജഗോപാലിന്റെ നിർദ്ദേശപ്രകാരം കൃതിക ജീവജ്യോതിയുടെ കഴുത്തിൽ നിന്ന് താലിമാല അഴിച്ചെടുക്കുകയായിരുന്നു. 21 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിക്ക് രഘുനാഥ് അയ്യരുടെ വീട്ടിൽ വെച്ച് നടന്ന ചടങ്ങുകൾ യഥാർത്ഥത്തിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അവിടെ യഥാർത്ഥത്തിൽ വളരെ വേഗത്തിൽ നടത്തിയത് പ്രിൻസിന്റെ മരണാനന്തര ചടങ്ങുകളാണ്. ആ കാര്യം അറിയാതെ രഘുനാഥ് അയ്യരും കൃതികയും പറഞ്ഞതുപോലെ ചില കാര്യങ്ങളൊക്കെ ജീവജ്യോതി ചെയ്തു മാത്രം. തന്റെ ഭർത്താവിന്റെ മരണാനന്തര ചടങ്ങുകളിൽ താൻ പങ്കെടുക്കുകയായിരുന്നു എന്നറിയാതെയാണ് രഘുനാഥ് അയ്യരുടെ വീട്ടിൽ നിന്ന് യഥാർത്ഥത്തിൽ ജീവജ്യോതി മടങ്ങി അവളുടെ വീട്ടിൽ വരുന്നത്. വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ജീവജ്യോതിക്ക് ഉള്ളിൽ ചില സംശയങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അവൾ ഭക്ഷണം പോലും കഴിക്കാൻ വിസമ്മതിച്ചു തുടങ്ങിയത്. അവളുടെ കണ്ടീഷൻ അനുദിനം വഷളാകുന്ന കണ്ടതും ജീവജ്യോതിയുടെ മാതാപിതാക്കൾ ആ വീടിന് കാവൽ നിൽക്കുന്ന രാജഗോപാലിന്റെ ഗുണ്ടകളോട് ഒരു സഹായം അഭ്യർത്ഥിച്ചു. ജീവജ്യോതിക്ക് കൊടുക്കാൻ എന്തെങ്കിലും മരുന്ന് അവർക്ക് വാങ്ങണം, അതിനുവേണ്ടി അവരെ പുറത്തു പോകാൻ അനുവദിക്കണമെന്ന് ഗുണ്ടകളോട് ജീവജ്യോതിയുടെ മാതാപിതാക്കൾ പറഞ്ഞപ്പോൾ അവന്മാർ സമ്മതിച്ചു. ആ സമയത്തും ജീവജ്യോതി ആ വീട്ടിൽ തടങ്കലായതുകൊണ്ടാണ് അവർ സമ്മതിക്കാൻ ഇടവന്നത്. ജീവജ്യോതിയും രാംകുമാറിനെയും വീട്ടിലാക്കിയിട്ട് തവമണിയും ഭർത്താവും രാജഗോപാലിന്റെ ഗുണ്ടകളുടെ അകമ്പടിയോടുകൂടി ടൗണിലേക്ക് തിരിച്ചു. ജീവജ്യോതി ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ള ചില ഭക്ഷണം വാങ്ങാൻ വേണ്ടിയാണ് അവർ യഥാർത്ഥത്തിൽ ടൗണിലേക്ക് വരുന്നതെന്ന് ഗുണ്ടകളോട് പറഞ്ഞിട്ടുണ്ട്. ഗുണ്ടകളോട് പറഞ്ഞ അനുസരിച്ച് ആ ഗുണ്ടകൾ തവമണിയും ഭർത്താവിനെയും ഒരു കടയുടെ മുന്നിൽ ഇറക്കി. അവന്മാർ ആ കടയ്ക്ക് പുറത്ത് കാവൽ നിൽക്കുമ്പോൾ അകത്തേക്ക് കയറിയ തവമണി ആ കടയിലെ ഓണറെ സ്വാധീനിച്ച് അവിടുത്തെ ഫോണിൽ നിന്ന് അവളുടെ സഹോദരന്റെ ഫോണിലേക്ക് വിളിച്ചു. തവമണിയുടെ കുടുംബവും വേദനായത്തിലാണ് ഉള്ളത്. തവമണി പറഞ്ഞ കഥ കേട്ട തവമണിയുടെ സഹോദരൻ ദേശമണി ചെന്നൈയിലേക്ക് വരാമെന്നും അവരെ അവിടെ നിന്ന് ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാമെന്നും തവമണിയോട് സമ്മതിച്ചു. 2001 നവംബർ 6 തവമണിയുടെ സഹോദരൻ ദാസമണി തേത്തക്കുടിയിൽ നിന്ന് ചെന്നൈയിലെത്തുന്നത്. വേദർനായം എന്ന നിയോജകമണ്ഡലത്തിലെ ഒരു ചെറു ഗ്രാമമാണ് തേത്തക്കുടി. തവമണിയുടെ വീട്ടിലെത്തിയ ദാസമണിയോട് നടന്ന കാര്യങ്ങളൊക്കെ ആ വീട്ടിലെ അംഗങ്ങൾ ധരിപ്പിച്ചു. കഥ കേട്ട് കഴിഞ്ഞതും അയാൾ തവമണിയോട് പറഞ്ഞു, തവമണി, നമുക്ക് നമ്മുടെ ഗ്രാമത്തിൽ ചെന്നാൽ MLA കണ്ട് കാര്യം പറയാം. അങ്ങനെ ദാസമണി പറഞ്ഞപ്പോൾ തവമണിക്കും അതുപോലെ ജീവജ്യോതിക്കും ഒരു സംശയം. ആ വീടിന് ചുറ്റും രാജഗോപാലിന്റെ ഗുണ്ടകൾ കാവൽ നിൽക്കുമ്പോൾ എങ്ങനെ അവിടെ നിന്ന് അവർക്ക് പോകാൻ പറ്റും?
ദാസമണി തവമണിയോട് പറഞ്ഞു, നീ അണ്ണാച്ചിയോട് സംസാരിക്ക്, ജ്യോതിക്ക് കുറച്ച് സമയം വേണമെന്ന്, അവൾക്ക് അവളുടെ മനസ്സ് ശരിയാകാൻ ഗ്രാമത്തിലേക്ക് പോയാൽ പറ്റുമെന്നും പറ. അങ്ങനെ ദാസമണി പറഞ്ഞപ്പോൾ തവമണി അണ്ണാച്ചി രാജഗോപാലിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഏതാനും ദിവസങ്ങളായി ജലപാനം പോലും കഴിക്കാൻ വിസമ്മതിക്കുന്ന ആളാണ് ജീവജ്യോതി. ജീവജ്യോതിയുടെ ആരോഗ്യം തിരിച്ചു പിടിക്കാനും അവളുടെ മനസ്സൊന്ന് ശാന്തമാകാനും അവളുടെ ഗ്രാമത്തിലേക്ക് പോകുന്നത് നല്ലതാണെന്ന് തവമണി രാജഗോപാലിനോട് പറഞ്ഞപ്പോൾ രാജഗോപാൽ അനുവാദം കൊടുത്തു. ചെന്നൈയിൽ നിന്ന് വേദർനായത്തേക്ക് തിരിച്ച ആ വാഹനം വേദർനായത്തേക്ക് പോകാതെ നേരെ പോയത് പയസ് ഗാർഡനിലേക്കാണ്. പയസ് ഗാർഡനിൽ അവർക്ക് ഒരാളെ കാണാനുണ്ട്. അത് സാക്ഷാൽ ജയലളിതയാണ്. 2001 അസംബ്ലി ഇലക്ഷനിൽ ജയലളിത മത്സരിച്ചിരുന്നില്ല. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ AIADMK ആണ് അധികാരത്തിൽ വന്നത്. അണ്ണാ ദ്രാവിഡ മുന്നേറ്റ ഘടകം അധികാരത്തിൽ വന്നതും അവരുടെ നിയമസഭാ കക്ഷി ജയലളിതയെ അവരുടെ നേതാവായി തിരഞ്ഞെടുത്തു. അന്ന് ഗവർണർ ജസ്റ്റിസ് ഫാത്തിമ ബീബിയാണ്. ജയലളിതയ്ക്കെതിരെ തിരഞ്ഞെടുപ്പ് കേസ് നിലനിൽക്കുന്നത് കൊണ്ടാണ് അവർ ഇലക്ഷൻ മത്സരിക്കാതിരുന്നത്. ആ കേസ് നിലനിൽക്കെ തന്നെ ഫാത്തിമ ബീബി ജയലളിതയെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. അത് സംഭവിക്കുന്നത് 2001 മെയ് 14-നാണ്. സ്വാഭാവികമായിട്ടും ജയലളിത മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിലും തുടർന്ന് സുപ്രീം കോടതിയിലും വാദങ്ങളുണ്ടായി. സുപ്രീം കോടതി വിധി ജയലളിതയ്ക്ക് എതിരായിരുന്നു. അങ്ങനെ 4 മാസങ്ങൾക്ക് ശേഷം സെപ്റ്റംബറിൽ ജയലളിത രാജിവെച്ചപ്പോൾ ജയലളിതയ്ക്ക് പകരം മുഖ്യമന്ത്രിയായത് പനീർശെൽവമാണ്. പനീർശെൽവമാണ് ഔദ്യോഗികമായി മുഖ്യമന്ത്രിയെങ്കിലും സത്യത്തിൽ ഭരണം നിയന്ത്രിക്കുന്നത് ജയലളിത തന്നെയാണ്. മുഖ്യമന്ത്രി കസേര ഒഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയെ പോലെ പ്രവർത്തിക്കുന്ന ജയലളിതയുടെ അടുത്തേക്കാണ് വേദനായത്തേക്ക് പോകുന്ന വഴിക്ക് ജീവജ്യോതി ചെല്ലുന്നത്. ജീവജ്യോതിയുടെ മാമൻ ഒരു DMK കാരനാണെങ്കിലും അയാൾക്ക് അണ്ണാ DMKയിലും ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ആ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ ജയലളിതയെ കാണാനായി ഒരു അനുവാദം വാങ്ങിച്ചെടുത്തത്. ജയലളിതയെ കണ്ട ജീവജ്യോതി അവളുടെ കഥ ജയലളിതയോട് പറഞ്ഞു. ജീവജ്യോതിയുടെ കഥ കേട്ട ജയലളിത ജീവജ്യോതിയോട് ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാണ് അവിടുന്ന് യാത്രയാക്കുന്നത്. ജയലളിതയുടെ യാത്ര പറഞ്ഞിട്ട് ചെന്നൈയിൽ നിന്ന് ദാസമണി അയാളുടെ സഹോദരിയും കുടുംബത്തെയും കൊണ്ട് വേദനായത്തിലേക്ക് മടങ്ങിയെത്തി. അവർ അവിടെ മടങ്ങിയെത്തി 2 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് നവംബർ 9 ചെന്നൈയിൽ നിന്ന് കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ വേദനായത്തെത്തി. ഒക്ടോബർ 12 പ്രിൻസും ജീവജ്യോതിയും ചേർന്ന് രാജഗോപാലിനെതിരെ ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാനാണ് നവംബർ 9 ആ പോലീസ് സംഘം വേദനായത്തുള്ള ജീവജ്യോതിയെ തിരക്കിയെത്തുന്നത്. 2001 ഒക്ടോബർ 1 അശോകനഗറിലെ ശരവണഭവന്റെ ആ ഗോഡൌണിൽ വെച്ച് പ്രിൻസിനെ ക്രൂരമായി ശരവണഭവനിലെ ആളുകൾ മർദ്ദിച്ചിരുന്നു. അന്ന് പ്രിൻസിനെ മർദ്ദിച്ചവരുടെ കൂട്ടത്തിൽ സാക്ഷാൽ രാജഗോപാലുമുണ്ട്. അതുകൊണ്ടാണ് ഒക്ടോബർ 12 പ്രിൻസ് മടങ്ങി വന്നപ്പോൾ പ്രിൻസും ജീവജ്യോതിയും ചേർന്ന് ഡാനിയലിന്റെ അഭിപ്രായ പ്രകാരം രാജഗോപാലിനെതിരെ ഒരു പരാതി കൊടുക്കുന്നത്. ആ പരാതിയുടെ കോപ്പിയാണ് പിന്നീട് ഒരിക്കൽ രാജഗോപാൽ ജീവജ്യോതിയെ കാണിക്കുന്നത്. ഇപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോൾ ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാനായി പോലീസ് ജീവജ്യോതിയെ തേടി വന്നിരിക്കുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന പോലീസിന്റെ സമീപന ശൈലി പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. ജയലളിത വിഷയത്തിൽ ഇടപെട്ടു എന്നതിന്റെ വ്യക്തമായ സൂചന അതുമുതലാണ് ദൃശ്യമാകുന്നത്. ജീവജ്യോതിയെ തേടി വേദനായത്തിൽ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ജീവജ്യോതിയോട് ഒരിക്കൽ കൂടി ആ കഥകളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. ജീവജ്യോതിയുടെ കഥ കേട്ട പോലീസ് ജീവജ്യോതിക്ക് ഒരു നിർദ്ദേശം കൊടുത്തു. ജീവജ്യോതി എത്രയും പെട്ടെന്ന് ചെന്നൈയിൽ മടങ്ങിയെത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ ഇതേ മൊഴി ആവർത്തിക്കണം. മജിസ്ട്രേറ്റിന് മുന്നിൽ കൊടുക്കുന്ന മൊഴിക്ക് ശരിക്കും നിയമപരമായ പരിരക്ഷയുണ്ട്. ശരിക്കും ജീവജ്യോതിയും കുടുംബവും പോലീസിന്റെ പെട്ടെന്നുള്ള ആ ഇടപെടൽ വളരെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ചെന്നൈയിൽ നിന്ന് വേദനായത്തേക്ക് മടങ്ങുന്ന വഴിക്ക് വളരെ വളരെ യാദൃശ്യവശാലാണ് അവർക്ക് പേസ് ഗാർഡനിൽ കയറാനും ജയലളിതയെ കാണാനും അവരുടെ സങ്കടം പറയാനുള്ള അവസരം കിട്ടിയത്. ഒരുപാട് തിരക്കിനിടയിൽ വളരെ കുറച്ച് സമയമാണ് യഥാർത്ഥത്തിൽ ജയലളിത ജീവജ്യോതിക്ക് വേണ്ടി അനുവദിച്ചിരുന്നത്. ആ ചുരുക്ക സമയം കൊണ്ട് ജീവജ്യോതി അവളുടെ കഥ ജയലളിതയോട് പറയുകയും ചെയ്തു. ആ കഥ ശരിക്കും ജയലളിത ഉൾക്കൊണ്ടു എന്ന് പെട്ടെന്നൊരു തോന്നൽ ജീവജ്യോതിക്ക് ഉണ്ടായി. ജീവജ്യോതി അവളുടെ കുടുംബാംഗങ്ങളോടൊപ്പം ചെന്നൈയിലേക്ക് മടങ്ങി. ചെന്നൈയിൽ നിന്ന് വേദനായത്തേക്ക് പോയ ജീവജ്യോതി അല്ല വേദനായത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് മടങ്ങി വരുന്നത്. അവൾക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ചെന്നൈയിൽ മടങ്ങിയെത്തിയ അവൾ നേരെ പോയത് അവൾ താമസിച്ചിരുന്ന പ്രദേശത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കാണ്. ലോക്കൽ പോലീസുമായിട്ട് രാജഗോപാലിന് നല്ല ബന്ധമുള്ളത് കൊണ്ട് ലോക്കൽ പോലീസിനെ ഒഴിവാക്കി കമ്മീഷണർക്ക് പരാതി കൊടുക്കാൻ നേരത്തെ ഡാനിയൽ പറഞ്ഞിരുന്നു. ഡാനിയലിന്റെ അഭിപ്രായ പ്രകാരം അവൾ ഒഴിവാക്കിയ വേളാച്ചേരിയിലെ
ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്കാണ് ജീവജ്യോതി ചെല്ലുന്നത്. ജീവജ്യോതി അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇൻസ്പെക്ടർ ദൈവസിംഗമണിയുണ്ട്. ദൈവസിംഗമണി ജീവജ്യോതി പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി. ജീവജ്യോതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ദൈവസിംഗമണി ഒരു FIR രജിസ്റ്റർ ചെയ്തു. IPC 120B ക്രിമിനൽ കോൺസ്പിറസിയാണ്. കുറ്റകരമായ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട വകുപ്പാണ് 120B. അതും IPC 147ഉം IPC 364 ഒക്കെ ചേർത്താണ് ദൈവസിംഗമണി ആ FIR തയ്യാറാക്കുന്നത്. 364 കിഡ്നാപ്പിംഗുമായി ബന്ധപ്പെട്ട വകുപ്പാണ്. 2 ദിവസം കൊണ്ടാണ് ദൈവസിംഗമണി വളരെ വിശദമായി ജീവജ്യോതിയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നത്. ജീവജ്യോതി പറഞ്ഞ കാര്യങ്ങളൊക്കെ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ദൈവസിംഗമണി രേഖപ്പെടുത്തിയെടുക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നവംബർ 15-ന് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 164 പ്രകാരം മജിസ്ട്രേറ്റിന് മുന്നിൽ ജീവജ്യോതി അവളുടെ മൊഴിയും കൊടുത്തു. മജിസ്ട്രേറ്റിന് മുന്നിലും ജീവജ്യോതി മൊഴി കൊടുത്തോടുകൂടി പോലീസിന്റെ ആക്ഷന് ശരിക്കും വേഗത വർദ്ധിച്ചു. നവംബർ 16-ന് തന്നെ ആദ്യത്തെ അറസ്റ്റ് നടന്നു. ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത് ആ ഗോഡൌണിന്റെ ഉടമ ചന്ദ്രശേഖറാണ്. ഒക്ടോബർ 1-ന് പ്രിൻസിനെയും ജീവജ്യോതിയും തടങ്കിൽ സൂക്ഷിച്ച ആ ഗോഡൌണിന്റെ ഉടമ ചന്ദ്രശേഖർ അറസ്റ്റ് ചെയ്യപ്പെട്ടതും അതിനോടനുബന്ധിച്ച് രാജഗോപാലിന്റെ 3 ഗുണ്ടകൾ കൂടി പിടിയിലായി. ചന്ദ്രശേഖറും 3 ഗുണ്ടകളും അറസ്റ്റിലായി 3 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് നവംബർ 20-ന് ജീവജ്യോതി വീണ്ടും വേളാച്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി ഒരു പുതിയ പരാതി കൂടി കൊടുത്തു. വേളാച്ചേരി പോലീസ് സ്റ്റേഷനിൽ രാജഗോപാൽ തന്റെ ഭർത്താവായ പ്രിൻസിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്നും അങ്ങനെ തട്ടിക്കൊണ്ടുപോകപ്പെട്ട പ്രിൻസിനെ രാജഗോപാലും ഗുണ്ടകളും ചേർന്ന് കൊലപ്പെടുത്തി എന്നാണ് ജീവജ്യോതിയുടെ പരാതി. ജീവജ്യോതിയുടെ പരാതി വളരെ വിശദമായിട്ട് തന്നെ ഇൻസ്പെക്ടർ ദൈവസിംഗമണി രേഖപ്പെടുത്തി. രാജഗോപാലിനെതിരെ 2ാമത്തെ FIR-ഉം രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ജീവജ്യോതിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ബോധ്യപ്പെട്ട ദൈവസിംഗമണി നവംബർ 22-ന് ജീവജ്യോതിയെ മജിസ്ട്രേറ്റിന് മുന്നിലെത്തിച്ചു. മജിസ്ട്രേറ്റിന് മുന്നിൽ വളരെ വിശദമായ ഒരു മൊഴിയാണ് ജീവജ്യോതി നൽകിയത്. ഒരു പതർച്ചയുമില്ലാതെ സകല സംഭവങ്ങളും ഒരു ചലച്ചിത്രത്തിൽ കാണുന്ന പോലെ ജീവജ്യോതി മജിസ്ട്രേറ്റിനോട് പറഞ്ഞു. ജീവജ്യോതി പറഞ്ഞ കഥ കേട്ട മജിസ്ട്രേറ്റ് ജീവജ്യോതിയോട് അത് മുഴുവൻ എഴുതാൻ ആവശ്യപ്പെട്ടു. ജീവജ്യോതി അവൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അവളുടെ സ്വന്തം കൈപ്പടയിൽ എഴുതി സൈൻ ചെയ്ത് അത് മജിസ്ട്രേറ്റ് നൽകി. 164 അനുസരിച്ച് മജിസ്ട്രേറ്റിന് മുന്നിൽ ജീവജ്യോതി 2ാമത്തെ പരാതിയും കൊടുത്തോടുകൂടി രാജഗോപാൽ പട്ടികളെ കാണുന്ന പോലെ മാത്രം കണ്ടിരുന്ന ആ പോലീസ് ശരിക്കും അവരുടെ യഥാർത്ഥ മുഖം പ്രകടിപ്പിച്ചു തുടങ്ങിയാണ്. നവംബർ 22-ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ജീവജ്യോതി മൊഴി കൊടുത്ത അന്ന് തന്നെ രാജഗോപാലിന്റെ പ്രധാന ഗുണ്ടകളായ ഡാനിയലും കാർമേഘവും ഹുസൈനും തമിഴ് സെൽവനും തിരുനെൽവേലിയിലെ കോടതിയിൽ കീഴടങ്ങി. തിരുനെൽവേലിയിലെ മജിസ്ട്രേറ്റ് മുന്നിൽ കീഴടങ്ങിയ ആ 4 പേരെയും പാളയംകോട്ടയിലെ ജയിലിലേക്കാണ് അയച്ചത്. രാജഗോപാൽ പട്ടികൾക്ക് കൊടുക്കുന്ന വില മാത്രം കൊടുത്തുന്ന പോലീസ് അല്ല ഇപ്പോ കേസ് അന്വേഷിക്കുന്നതെന്ന് രാജഗോപാലിന് ബോധ്യമായപ്പോൾ നവംബർ 23-ന് രാജഗോപാൽ അയാളുടെ ഡ്രൈവർക്കൊപ്പം കാഞ്ചീപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങി. അവരെ റിമാൻഡ് ചെയ്ത കോടതി അവരെ അയച്ചത് മദ്രാസ് സെൻട്രൽ ജയിലിലേക്കാണ്. രാജഗോപാലും അയാളുടെ ഡ്രൈവറും മദ്രാസ് സെൻട്രൽ ജയിലിൽ ആയിരിക്കുന്ന സമയത്ത് ഇൻസ്പെക്ടർ ദൈവസിംഗമണി നവംബർ 27-ന് കോടതിയിൽ രാജഗോപാലിനെയും കൂട്ടരെയും 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നൽകി. ദൈവസിംഗമണി രാജഗോപാലിനെയും കൂട്ടരെയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായി അപേക്ഷ കൊടുത്തിരിക്കുന്ന അതേ സമയത്ത് തന്നെ കമ്മീഷണർ ദൈവസിംഗമണിയുടെ സ്റ്റേഷന് സമീപത്തുള്ള 5 സ്റ്റേഷനുകളിലെ ഇൻസ്പെക്ടർമാർ കൂടി വ്യക്തമായ നിർദ്ദേശം കൊടുത്തു. ആ 5 പേരോടും ദൈവസിംഗമണിയെ അസിസ്റ്റ് ചെയ്യാനാണ് കമ്മീഷണർ ആവശ്യപ്പെട്ടത്. ശരിക്കും അന്വേഷണത്തിന്റെ ശൈലിയും രീതിയൊക്കെ മാറുകയാണ്. അതിന്റെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജയലളിത തന്നെയാണ്. ജയലളിത ജീവജ്യോതി പറഞ്ഞ കഥ ശരിക്കും ശ്രദ്ധിച്ചാൽ കേട്ടിരുന്നത്. ജീവജ്യോതി പോയി കഴിഞ്ഞപ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ജയലളിത തിരക്കി അറിഞ്ഞതിന്റെ റിസൾട്ടാണ് പോലീസ് സംവിധാനത്തിൽ മുഴുവൻ പ്രതിഫലിക്കുന്നത്. രാജഗോപാലിന് അതുവരെ പോലീസിനെ സ്വാധീനിക്കാൻ പറ്റിയിരുന്നു. പക്ഷേ ജയലളിത വിഷയത്തിൽ ഇടപെട്ടത് മുതൽ രാജഗോപാലിന്റെ ഒരു സ്വാധീനവും ഏൽക്കാതാവുകയായിരുന്നു. നവംബർ 29-നാണ് പാളയംകോട്ട ജയിലിലുണ്ടായിരുന്ന ഡാനിയലിനെ ദൈവസിംഗമണി കസ്റ്റഡിയിൽ ഏറ്റുവാങ്ങുന്നത്. കോട്ടുപുറം സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ അല്ലാൽ ഖാദത്തിന് മുന്നിൽ ഡാനിയൽ കുറ്റസമ്മതം നടത്തുന്നതും ആ ദിവസമാണ്.
ഡാനിയൽ ആ കുറ്റശ്രമം നടത്തുമ്പോൾ സാക്ഷിയായി ഒരു റവന്യൂ ഇൻസ്പെക്ടറും ഒരു വില്ലേജ് ഓഫീസറും ഉണ്ട്. ഈ വില്ലേജ് ഓഫീസേഴ്സിനെയും റവന്യൂ ഇൻസ്പെക്ടേഴ്സിനും ഒക്കെ നേരത്തെ തന്നെ സർക്കാർ അലോട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടും അന്വേഷണത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒത്തിരിയേറെ വില്ലേജ് ഓഫീസേഴ്സിനെയും റവന്യൂ ഓഫീസേഴ്സിനെയും പോലീസുകാരെ ഒക്കെ ഈ കേസിലേക്ക് ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്. ഡാനിയലിന്റെ കുറ്റസമ്മത മൊഴി കേട്ട പോലീസിന് ആ കാര്യം ബോധ്യമായി. പ്രിൻസ് കൊല്ലപ്പെട്ട പ്രിൻസിനെ കൊടൈക്കനാലിൽ ഒരു കൊക്കയിലേക്കാണ് ഡാനിയലും കൂട്ടരും വലിച്ചെറിഞ്ഞത്. ഈ കേസ് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ പ്രിൻസിന്റെ ബോഡി കണ്ടുപിടിക്കണം. ഇൻസ്പെക്ടർ അല്ലാൽ ഖാദൻ ഡാനിയലിനെയും രാജഗോപാലിനെയും ബാക്കി ഗുണ്ടകളെയും കൊണ്ട് കൊടൈക്കനാലിലേക്ക് തിരിച്ചു. തന്റെ മേഴ്സറസ് ബെൻസിലൂടെ അനവധി തവണ കൊടൈക്കനാലിലേക്ക് പോയിട്ടുള്ള രാജഗോപാൽ ജീപ്പിൽ ആ ഗുണ്ടകൾക്കിടയിൽ അങ്ങനെ ഞെരുങ്ങിയിരുന്ന് ആ മല കയറുകയാണ്. ആ ടീം പെരുമാൾ മലയിൽ എത്തുന്നത് ഡിസംബർ 1-നാണ്. പെരുമാൾ മലയിൽ എത്തിയ ആ പോലീസ് സംഘത്തിന് ഡാനിയൽ പ്രിൻസിന്റെ ബോഡി വലിച്ചെറിഞ്ഞ പ്ലേസ് കാണിച്ചു കൊടുത്തു. അവിടെ വാഹനം നിർത്തി പോലീസ് സംഘങ്ങൾ പുറത്തിറങ്ങി ഡാനിയലും ടീമുമായി ആ റോഡിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അഗാധമായ ഒരു ഗർത്തമാണ് കാണുന്നത്. ശരിക്കും റോഡിൽ നിന്ന് ഏകദേശം ഒരു 70-75 അടി താഴെയായി ഒരു അരുവി അങ്ങനെ ഒഴുകി പോവുകയാണ്. ആ അരുവി ഒഴുകി ചെല്ലുന്നത് ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഒരു ബോഡി മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞാൽ ആ ഗർത്തത്തിൽ വീണ് പാറകളിൽ തട്ടി വെള്ളച്ചാട്ടത്തിൽ ഇടിച്ച് താഴേക്ക് എത്തുമ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിൽ അത് ചിതറിപ്പോകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗത്തേക്ക് ആളുകളെ കൊന്ന് വലിച്ചെറിയുന്നത്. ആ ഭാഗത്തേക്കാണ് പ്രിൻസിനെ വലിച്ചെറിഞ്ഞെന്ന് ഡാനിയൽ പറഞ്ഞപ്പോഴേ പോലീസിന് ഏകദേശം ഒരു ധാരണ ഉണ്ടാവുകയാണ്. പ്രിൻസിന്റെ ബോഡി കിട്ടാൻ ബുദ്ധിമുട്ടാകും. രാജഗോപാലിനെതിരെയുള്ള കേസ് ശരിക്കും മുറുകണമെങ്കിൽ പ്രിൻസിന്റെ ബോഡി കിട്ടേണ്ടതുണ്ട്. ആ കാര്യം അറിയാവുന്ന ആദലും കൂടെയുള്ള പോലീസുകാരും ഡാനിയലിനെയും ടീമിനെയും കൊണ്ട് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി തുടങ്ങി. ശരിക്കും വള്ളിപ്പടർപ്പും പാറകളും ഒക്കെയുള്ള ആ മലയിൽ കൂടി അവരെ താഴെ ഇറങ്ങി ഏറ്റവും അടിഭാഗത്ത് വരെ എത്തി. ആ ഭാഗം മുഴുവൻ അരിച്ചു പറക്കിയിട്ടും പ്രിൻസുമായി ബന്ധപ്പെട്ട ഒന്നു തന്നെ അവർക്ക് കിട്ടിയില്ല. നിരാശരായ ആ പോലീസ് സംഘം തിരിച്ച് മുകളിലേക്ക് കയറിയതിനു ശേഷം അവിടെ നിന്ന് കൊടൈ പോലീസ് സ്റ്റേഷനിലെത്തി. കൊടൈ പോലീസ് സ്റ്റേഷനിലെത്തിയ ആ ചെന്നൈ പോലീസ് ഒക്ടോബർ 31 അനുബന്ധിച്ച് ആ പെരുമാൾ മലയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഡെഡ് ബോഡി കിട്ടിയോ എന്നുള്ള കാര്യം കൊടൈ പോലീസ് സ്റ്റേഷനിൽ തിരക്കിയതും അവർ നേരത്തെ കരുതി വെച്ചിരുന്ന ആ ഫയല് ചെന്നൈ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തു. ആ ഫയലിനൊപ്പം ഒത്തിരി സാധനങ്ങളുമുണ്ട്. ആ സാധനങ്ങൾക്കൊപ്പം വ്യക്തതയുള്ള 8 ഫോട്ടോഗ്രാഫ്സ് ആണ് പോലീസിന്റെ കൈവശമുള്ളത്. ആ ഫോട്ടോഗ്രാഫ്സിനൊപ്പം പ്രിൻസ് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കൂടി അവിടെ നിരത്തി വെച്ചതും ഡാനിയൽ അതെല്ലാം തിരിച്ചറിഞ്ഞു. കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ചെന്നൈയിൽ നിന്ന് കൊടൈക്കനാലിലെത്തിയ ആ പോലീസ് സംഘം ദാസമണിയെ വിളിച്ചിട്ട് അയാളോട് ജീവജ്യോതിയുമായി എത്രയും പെട്ടെന്ന് കൊടൈക്കനാൽ വരാൻ ആവശ്യപ്പെട്ടു. ഡിസംബർ 2 ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ജീവജ്യോതി ദാസമണിക്കും കുടുംബാംഗങ്ങൾക്കൊപ്പം കൊടൈ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. അവളുടെ അടുത്തുനിന്ന് പ്രിൻസിനെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പ്രിൻസ് ധരിച്ചിരുന്ന ആ ചെക്ക് ഷർട്ടും പാൻസും ബെൽറ്റും ഒക്കെ അവൾ തിരിച്ചറിഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ജീവജ്യോതി തിരിച്ചറിഞ്ഞതോടുകൂടി പോലീസ് അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു. പ്രിൻസിന്റെ ബോഡി അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്തുനിന്ന് പുറത്തെടുക്കാനുള്ള തീരുമാനമാണ് പോലീസ് എടുത്തത്. അങ്ങനെ ഒരു തീരുമാനം പോലീസ് എടുത്തു കഴിയുമ്പോൾ പോലീസിന് അതിനുള്ള അനുവാദം കിട്ടാൻ അനവധി കടമ്പകൾ കടക്കേണ്ടി വരും. പക്ഷെ ഇവിടെ വളരെ വേഗമാണ് കാര്യങ്ങൾ നടന്നത്. ഡിസംബർ 4 പ്രിൻസിന്റെ ബോഡി കുഴിച്ചെടുക്കുന്ന സമയത്ത് അവിടെ മധുര മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം തലവൻ ഡോക്ടർ മെയ്യഴകനുണ്ട്. അദ്ദേഹം ഡിസ്ട്രിക്ട് പോലീസ് സർജൻ കൂടിയാണ്. അദ്ദേഹത്തോടൊപ്പം മധുര കോളേജിൽ തന്നെയുള്ള ഡോക്ടർ നടരാജനുണ്ട്. ഇവരെ കൂടാതെ പ്രമുഖ വ്യക്തികളും അനവധി ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ കുഴിച്ചെടുക്കപ്പെട്ട പ്രിൻസിന്റെ ബോഡി വീണ്ടും ഒരിക്കൽ കൂടി പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി. നേരത്തെ പോസ്റ്റ്മോർട്ടം നടത്തിയാണ് പ്രിൻസിന്റെ ബോഡി അടക്കം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റീ പോസ്റ്റ്മോർട്ടമാണ് വീണ്ടും നടന്നത്. ആ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയത്ത് ജീവജ്യോതി പ്രിൻസിന്റെ ബോഡി കൃത്യമായി ഐഡന്റിഫൈ ചെയ്തു. ഡിസംബറിലെ ആദ്യത്തെ ആഴ്ചയിൽ പ്രിൻസിന്റെ ബോഡി കുഴിച്ചെടുക്കുകയും റീ പോസ്റ്റ്മോർട്ടം വഴി മരണകാരണമെല്ലാം ഉറപ്പിക്കുകയും ചെയ്തതോടുകൂടി രാജഗോപാലിനെതിരെയുള്ള തെളിവുകളുടെ എണ്ണം കൂടുകയാണ്. ഇൻസ്പെക്ടർ ദൈവസിംഹമണി രാജഗോപാലിനെയും അയാളുടെ ഗുണ്ടകളെയും ക്രൈം നടന്ന ഓരോ സ്ഥലത്തും കൊണ്ടുപോയി തെളിവെടുക്കാൻ തുടങ്ങി.
ശരിക്കും ആ ക്രൈമുമായി ബന്ധപ്പെട്ട് ആ സംഘം പോയ എല്ലാ സ്ഥലത്തും ദൈവസിംഹമണി അവരെ കൊണ്ടുപോയി. രാജഗോപാലും ഗുണ്ടകളും ജീവജ്യോതിയും കുടുംബവും അതുപോലെ പ്രിൻസും ഒക്കെ താമസിച്ച ഹോട്ടലുകൾ, ഭക്ഷണം കഴിച്ച റെസ്റ്റോറൻറ്റുകൾ, ഇന്ധനം നിറച്ച പെട്രോൾ പമ്പുകൾ, യാത്ര ചെയ്ത വാഹനങ്ങൾ, പോയ സ്ഥലങ്ങൾ, ജീവജ്യോതിയെ കൊണ്ടുപോയ ആ 2 സ്ത്രീകളുടെ വീടുകൾ, അവിടെ എല്ലാം ദൈവസിംഹമണി രാജഗോപാലിനെയും ടീമിനെയും കൊണ്ടുപോയി. എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി ആവശ്യമായ എല്ലാ തെളിവും ദൈവസിംഹമണി ശേഖരിക്കുകയാണ്. ഒക്ടോബർ 26 ജീവജ്യോതി അവസാനമായി പ്രിൻസിനെ കണ്ട ആ കലിങ്കിലും രാജഗോപാലിനെയും ടീമിനെയും കൊണ്ടുവന്നു. അവിടെ നിന്നാണ് ജീവജ്യോതിയുടെ അടുത്തുനിന്ന് പ്രിൻസിനെ വലിച്ചിറക്കി മറ്റു ടാറ്റ സുമോയിൽ കയറ്റി ഗുണ്ടകൾ കൊണ്ടുപോകുന്നത്. ആ ഭാഗത്തും കൊണ്ടുപോയി തെളിവെടുത്തു. ആ കേസ് 2003 ജനുവരിയിൽ പൂനമലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. അവിടെയാണ് യഥാർത്ഥത്തിൽ വിചാരണ നടപടികളൊക്കെ ആരംഭിക്കുന്നത്. ആ വിചാരണ തുടങ്ങുന്ന സമയത്ത് രാജഗോപാലിന്റെ പ്രായം 55 വയസ്സാണ്. രാജഗോപാലാണ് 1-ാം പ്രതി, ഡാനിയലാണ് 2-ാം പ്രതി, ബാക്കിയുള്ളവർ 3 മുതൽ തുറന്നുള്ള പ്രതികളാണ്. 42 സാക്ഷികളും 121 തെളിവുകളുമാണ് പ്രോസിക്യൂഷൻ വിചാരണയ്ക്ക് വേണ്ടി ലിസ്റ്റ് ചെയ്തത്. ചെന്നൈയിൽ നിന്ന് 29 കിലോമീറ്റർ മാറി CRPFന്റെ കോമ്പൗണ്ടിനുള്ളിലാണ് ഈ കോടതി സ്ഥിതി ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആ കോടതി അവിടെ സ്ഥാപിച്ചത് രാജീവ് ഗാന്ധി വധക്കേസ് വിചാരണ നടത്താൻ വേണ്ടിയാണ്. വൻ സുരക്ഷ ആവശ്യമുണ്ടായിരുന്ന സംഭവമായതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു കോടതി സ്ഥാപിച്ചത്. പക്ഷേ കാലം മുന്നോട്ട് പോയപ്പോൾ ഇന്ത്യയിലെമ്പാടും കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർക്കാൻ സ്പെഷ്യൽ കോടതികൾ സ്ഥാപിക്കാൻ സർക്കാരുകൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം കൊടുത്തപ്പോൾ രൂപീകരിക്കപ്പെട്ട ഒരു കോടതി അങ്ങനെ ഈ CRPF ക്യാമ്പിലായി. ആ കോടതിയിലാണ് രാജഗോപാലിന്റെ വിചാരണ ആരംഭിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 2002 ഫെബ്രുവരി 27 രാജഗോപാലിന് ഒരു ബെയിൽ ലഭിച്ചു. അത് ശരിക്കും ഡീഫോൾട്ട് ബെയിലാണ്. ഒരു കേസിന്റെ ചാർജ് ഷീറ്റ് സമർപ്പിച്ചാൽ 90 ദിവസത്തിനകം ആ കേസ് കംപ്ലീറ്റ് ചെയ്ത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് കഴിഞ്ഞില്ല എങ്കിൽ കേസിൽ പ്രതികളാക്കപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള എല്ലാ അർഹതയുമുണ്ട്. അങ്ങനെ ഒരു ജാമ്യമാണ് രാജഗോപാലിന് കിട്ടിയത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹൈക്കോടതി അത് റദ്ദാക്കിയിട്ട് രാജഗോപാലിന് ഉപാധികളില്ലാത്ത ജാമ്യം അനുവദിക്കുകയും ചെയ്തു. കോടതികളിൽ നിന്ന് വളരെ അനുകൂലമായ തീരുമാനങ്ങൾ അതിവേഗം സംഘടിപ്പിക്കാൻ രാജഗോപാലിന് വളരെ എളുപ്പം പറ്റുമെന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് ആ ജാമ്യം. മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് രാജഗോപാലിന് ആ ജാമ്യം ലഭിക്കുന്നത് 2002 ഏപ്രിൽ 1 ആ ജാമ്യം അനുവദിക്കുമ്പോൾ ഹൈക്കോടതി ഒരു ചെറിയ കണ്ടീഷൻ വെച്ചു. അടുത്ത 2 മാസത്തേക്ക് ചെന്നൈയിലേക്ക് രാജഗോപാൽ വരാൻ പാടില്ല. രാജഗോപാൽ അവിടെ നിന്ന് 188 കിലോമീറ്റർ ദൂരെയുള്ള കടലോര പട്ടണമായ കൂടല്ലൂരിലായിരിക്കണം ആ സമയത്ത് താമസിക്കേണ്ടത്. അതായിരുന്നു ഹൈക്കോടതി മുന്നോട്ട് വെച്ച കണ്ടീഷൻ. പോണ്ടിച്ചേരിക്ക് അപ്പുറത്തുള്ള ഒരു സ്ഥലമാണ് ഈ കൂടല്ലൂർ എന്ന് പറയുന്നത്. തന്റെ ലാവണത്തിൽ നിന്ന് വളരെ ദൂരേക്ക് രാജഗോപാലിനെ മാറ്റി നിർത്താനായി ഹൈക്കോടതി എടുത്ത ആ തീരുമാനം ഹൈക്കോടതി തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങ് മാറ്റി. രാജഗോപാലിന് ചെന്നൈക്ക് വളരെ അടുത്തുള്ള കാഞ്ചീപുരത്ത് താമസിക്കാനുള്ള പെർമിഷനാണ് തുടർന്ന് ഹൈക്കോടതി കൊടുത്തത്. ഹൈക്കോടതിയുടെ തീരുമാനം പോലും തനിക്ക് അനുകൂലമായി മാറ്റാൻ രാജഗോപാലിന് നിഷ്പ്രയാസം കഴിയുമെന്നുള്ളതിന്റെ വ്യക്തമായൊരു സൂചന കൂടിയായി നമുക്ക് ഈ രംഗത്തെ കാണാം. 2002 ഫെബ്രുവരി മാസത്തിൽ രാജഗോപാലിനെതിരായി പോലീസ് ചാർജ് ഷീറ്റ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്ന അതേ സമയത്ത് ശരവണഭവൻ അവരുടെ ഒരു ബ്രാഞ്ച് സിംഗപ്പൂരിലും US കാലിഫോർണിയയിലും സ്റ്റാർട്ട് ചെയ്ത വാർത്തകളും പത്രത്തിൽ വരുന്നുണ്ടായിരുന്നു. ശരവണഭവന്റെ ഉടമയായ രാജഗോപാലിനെതിരെ ചാർത്തപ്പെട്ടിരിക്കുന്ന കേസ് ഒന്നും തന്നെ ശരവണഭവനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നതിന്റെ സൂചന കൂടിയായിരുന്നു ആ 2 ബ്രാഞ്ചുകളുടെ ഉദ്ഘാടനം. രാജഗോപാലിനെതിരെയുള്ള കേസ് മുന്നോട്ട് പോകുന്ന അതേ സമയത്ത് ശരവണഭവൻ ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും ശരവണഭവന്റെ ബ്രാഞ്ചുകൾ ആരംഭിക്കുകയും ചെയ്തു. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു വളർച്ചയാണ് ഈ കാലഘട്ടത്തിൽ ശരവണഭവൻ എല്ലാ മേഖലയിലും നേടുന്നത്. കാനഡയിലും മലേഷ്യയിലും ഒമാനിലും യൂറോപ്പിലും US-ലും ഓസ്ട്രേലിയയിലൊക്കെ ആയിട്ട് അനവധി ബ്രാഞ്ചുകളുമായി ശരവണഭവൻ വളർന്നു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ശരവണഭവന്റെ ഉടമ രാജഗോപാലിന് അദ്ദേഹത്തിനെതിരെയുള്ള കേസിൽ
ഒരു ഭയവുമില്ല എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ രാജഗോപാലിന് ഭയമുണ്ട് എന്നതിന്റെ വ്യക്തമായ സൂചന ഈ സമയത്തുണ്ടായി. രാജഗോപാൽ അയാൾക്ക് ബന്ധമുള്ള ആളുകളെയൊക്കെ ഉപയോഗിച്ച് ജീവജ്യോതിയെ സ്വാധീനിക്കാൻ ശ്രമം തുടങ്ങുന്നതും ഈ ഘട്ടത്തിലാണ്. ജീവജ്യോതിക്ക് പഠിക്കാനുള്ള എല്ലാ സംവിധാനവും ചെയ്തു കൊടുക്കാമെന്നും പഠനശേഷം ഏതെങ്കിലും ശരവണഭവൻ ബ്രാഞ്ചിന്റെ മാനേജർ ആക്കാം എന്നുവരെയുള്ള ഓഫർ രാജഗോപാലിന്റെ ഇടനിലക്കാരിൽ നിന്ന് ജീവജ്യോതിക്ക് ലഭിച്ചു. ആ ഓഫർ ജീവജ്യോതി നിഷ്കരണം തള്ളിക്കളഞ്ഞു. കേസിന്റെ വിചാരണ തുടങ്ങാനുള്ള തീയതി തീരുമാനിച്ചിരിക്കുകയാണ്. കോടതിയിൽ രാജഗോപാലും കൂട്ടുപ്രതികളും ഹാജരാകേണ്ട ആ ദിവസം എത്തുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ, അതായത് ജൂലൈ 15-ന് രാജഗോപാലും അയാളുടെ വക്കീലും കുറച്ച് ആളുകളും ജീവജ്യോതിയുടെ ഗ്രാമത്തിലെത്തി. വേദനാരായത്തുള്ള ജീവജ്യോതിയുടെ അമ്മാവന്റെ വീട്ടിലെത്തിയ രാജഗോപാൽ ജീവജ്യോതിയോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. ജീവജ്യോതി കോടതിയിൽ രാജഗോപാലിനെതിരായി സാക്ഷിമൊഴി പറയാതിരുന്നാൽ ജീവജ്യോതിക്ക് 6 ലക്ഷം രൂപ കൊടുക്കാമെന്നാണ് രാജഗോപാൽ പറഞ്ഞത്. തന്റെ ഭർത്താവിനെ കൊന്ന രാജഗോപാൽ അയാൾക്ക് അനുകൂലമായി മൊഴി നൽകണമെന്ന് ജീവജ്യോതിയുടെ ആവശ്യപ്പെട്ടതും ശരിക്കും ജീവജ്യോതി പൊട്ടിത്തെറിക്കുകയായിരുന്നു. ദേഷ്യപ്പെട്ട് ജീവജ്യോതി രാജഗോപാലിനെതിരെ അലറുകയായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനായി രാജഗോപാലിനോട് ജീവജ്യോതി പറഞ്ഞതും അകത്തുണ്ടായിരുന്ന ജീവജ്യോതിയുടെ സഹോദരൻ രാംകുമാറും കുടുംബാംഗങ്ങളും കൂടി ആ മെയിൻ ഹാളിലേക്ക് വന്നു. രാംകുമാറും രാജഗോപാലിനോട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു. ദേഷ്യം വന്ന രാജഗോപാൽ അയാളുടെ കൂടെയുള്ള ഗുണ്ടകളോട് രാംകുമാറിനെ തല്ലാൻ പറഞ്ഞു. കേൾക്കേണ്ട താമസം രാംകുമാറിന്റെ മേൽ ചാടി വീണ ഗുണ്ടകൾ രാംകുമാറിനെ തല്ലാൻ തുടങ്ങിയതും ശബ്ദം കേട്ട് അപ്പുറവും ഇപ്പുറമൊക്കെ ഉള്ള വീടുകളിൽ നിന്ന് ആളുകൾ അങ്ങോട്ടേക്ക് ഓടി വന്നു. അടുത്തടുത്ത വീടുകളിലുള്ള ഒരു ഗ്രാമപ്രദേശത്താണ് ഈ സംഭവം നടക്കുന്നത്. ആളുകൾ ജീവജ്യോതിയുടെ ആ കുടുംബ വീട്ടിലേക്ക് ഓടിക്കയറിയതും സംഭവം ശരിയാകില്ലെന്ന് മനസ്സിലാക്കിയ രാജഗോപാലും വക്കീൽ രാജേന്ദ്രനും കൂടെയുള്ള ഗുണ്ടകളും ടയോട്ട കോളീസുകളിലേക്ക് ഓടിക്കയറുമ്പോൾ അവിടേക്ക് ഓടി വരികയായിരുന്ന ആളുകൾ അവരുടെ പുറകെ ഓടുമ്പോൾ വാഹനം മൂവ് ചെയ്തു. കഷ്ടകാലത്തിന് വക്കീൽ രാജേന്ദ്രന് വണ്ടിയിൽ കയറാൻ പറ്റിയില്ല. രാജേന്ദ്രനെ ജനം അങ്ങ് പൊതിഞ്ഞു. ഇതിനിടയിൽ ജീവജ്യോതിയുടെ സഹോദരൻ രാംകുമാറിന്റെ കൈ ആ ഗുണ്ടകളുടെ കയ്യിലെ കത്തുകൊണ്ട് മുറിഞ്ഞിരുന്നു. രാംകുമാറിന്റെ കയ്യിലൂടെ രക്തം വാർന്നിറങ്ങുന്ന കണ്ട നാട്ടുകാർ വക്കീൽ രാജേന്ദ്രനെ ഏതാണ്ട് പഞ്ഞി കിട്ടുമെന്ന് പറയാം. അവർ വക്കീൽ രാജേന്ദ്രനെ അവിടെ പിടിച്ചു കെട്ടിയിട്ട് പോലീസിനെ വിവരം അറിയിച്ചു. വിവരമറിഞ്ഞ പോലീസ് ശരിക്കും ഒരു അടിപൊളി ചെയ്സാണ് തുടർന്ന് നടത്തിയത്. 2 കോളീസുമായി വേദനാരായത്തു നിന്ന് ചെന്നൈയിലേക്ക് തിരിച്ച രാജഗോപാലിനെ സംഘത്തെയും സാഹസികമായി പിന്തുടർന്ന് വഴിക്ക് വെച്ച് പിടികൂടി. പോലീസ് രാജഗോപാലിന്റെ സംഘത്തെ പിടികൂടുമ്പോൾ അവരുടെ വാഹനത്തിൽ നിന്ന് പോലീസിന് ലഭിച്ചത് 6,11,950 രൂപയാണ്. അതിൽ 6 ലക്ഷം രൂപയാണ് രാജഗോപാൽ കോടതിയിൽ സാക്ഷി പറയാതിരിക്കാനായി ജീവജ്യോതിക്ക് ഓഫർ ചെയ്തത്. രാജഗോപാലിനെയും സംഘാംഗങ്ങളെയും ജീവജ്യോതിയുടെ വീടിന് മുന്നിൽ നിന്ന് പിടികൂടിയ രാജേന്ദ്രനെയും പോലീസ് കസ്റ്റഡി എടുക്കുകയും അവരെ റിമാൻഡ് ചെയ്ത് ജയിലിലാക്കുകയും ചെയ്തു. രാജഗോപാലിനെതിരെയുള്ള കേസിലെ വാദിയുടെ വീടാണ് ജാമ്യത്തിലിരിക്കെ രാജഗോപാൽ ആക്രമിച്ചിരിക്കുന്നത്. അവിടെ ചെന്ന് വാദിയുടെ സഹോദരനെയും മറ്റ് കുടുംബാംഗങ്ങളെ ആക്രമിച്ച രാജഗോപാൽ ശരിക്കും ജാമ്യ നിയമം ലംഘിച്ചിരിക്കുകയാണ്. രാജഗോപാലും ടീമും അവിടെ ചെന്നതിന് ഒരുപാട് തെളിവ് പോലീസിന് കിട്ടി. ആ കോളീസ് കാറുകൾ ജീവജ്യോതിയുടെ വീടിന്റെ ഭാഗത്തുനിന്ന് വെട്ടിത്തിരിച്ചപ്പോൾ ആ കാറ് മതിലിടിച്ചതിന്റെ വ്യക്തമായ തെളിവ് മതിലിലും അതുപോലെ കോളീസ് കാറിലും ഉണ്ടായിരുന്നു. ഫോറൻസിക് വിദഗ്ധർ അത് രണ്ടും ശേഖരിച്ചു. അതിനു പുറമെയാണ് രാജേന്ദ്രനെ സ്പോട്ടിൽ നിന്ന് നാട്ടുകാർ പിടികൂടിയത്. മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. സാക്ഷാൽ രാജഗോപാലിന്റെ ഒരു ചെരുപ്പ് ഓട്ടത്തിനിടയിൽ നഷ്ടപ്പെട്ടു പോയിരുന്നു. ആ ചെരുപ്പ് അവർക്ക് ജീവജ്യോതിയുടെ വീടിന്റെ മുന്നിൽ നിന്നാണ് കിട്ടിയത്. അനവധി തെളിവുകളാണ് രാജഗോപാൽ വാദിയെ ആക്രമിക്കാൻ ചെന്നു എന്നതിന് അനുകൂലമായി പോലീസിന് സംഘടിപ്പിക്കാൻ പറ്റിയത്. അതുമാത്രമല്ല, വാദിയുടെ സഹോദരനെതിരെ കത്തി കൊണ്ട് ഒരു പ്രയോഗം നടത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു മർഡർ അറ്റംപ്റ്റ് ആയിട്ട് കൂടി പോലീസ് കേസ് അങ്ങ് ചാർജ് ചെയ്തു. ശരിക്കും ശക്തമായ ഒരു കേസാണ് ഇപ്പൊ ഇതാ മൂന്നാമത് രാജഗോപാലിനെതിരെ ഉണ്ടായിരിക്കുന്നത്. നാഗപട്ടണം കോടതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയ രാജഗോപാലിന്റെ ജാമ്യാപേക്ഷ കോടതി നിരസിച്ചു. പക്ഷെ അതേ കോടതി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രാജഗോപാലിന് ജാമ്യം അനുവദിച്ചു. രാജഗോപാലിന് ജാമ്യം അനുവദിച്ചതും പോലീസ് രാജഗോപാലിന്റെ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി സമീപിച്ചു. 2003 ഒക്ടോബർ 6-ന് ഹൈക്കോടതി ജഡ്ജി M. കർപ്പ വിനായകം നാഗപട്ടണത്തെ സെഷൻസ് ജഡ്ജിന്റെ നടപടി
ശരിക്കും കൃത്യ വിലോപമാണെന്ന് പറഞ്ഞുകൊണ്ട് രാജഗോപാലിന്റെ ജാമ്യം റദ്ദാക്കി. ഒരാഴ്ച മുമ്പ് നാഗപട്ടണത്തെ ആ സെഷൻസ് ജഡ്ജ് രാജഗോപാലിന്റെ ജാമ്യ അപേക്ഷ നിരസിക്കുമ്പോൾ വളരെ വ്യക്തമായി കാരണങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അതേ കാരണങ്ങൾ നിലനിൽക്കെ രാജഗോപാലിന് പിറ്റേ ആഴ്ച അതേ ജഡ്ജി ജാമ്യം അനുവദിച്ചത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ലെന്നാണ് ഹൈക്കോടതിയിലെ ആ സീനിയർ ജഡ്ജ് കൽപ്പ വിനായകം അദ്ദേഹത്തിന്റെ വിധിന്യായത്തിൽ സൂചിപ്പിച്ചത്. അദ്ദേഹം സെഷൻസ് ജഡ്ജിയുടെ വിധിയെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് ആ വിധിന്യായം തയ്യാറാക്കിയത്. സ്വാഭാവികമായിട്ടും ജാമ്യം റദ്ദു ചെയ്യപ്പെട്ട രാജഗോപാൽ വീണ്ടും ജയിലിലായി. നേരത്തെ ഒരു 3 മാസം ആദ്യം കീഴടങ്ങിയ സമയത്ത് രാജഗോപാൽ ജയിലിൽ കിടന്നിരുന്നു. അതിനുശേഷം ഇതാ രണ്ടാമതും രാജഗോപാൽ ജീവജ്യോതിയുടെ കേസുമായി ബന്ധപ്പെട്ട് ജയിലിലാവുകയാണ്. രാജഗോപാലിന്റെ ജയിൽവാസം ശരിക്കും രസകരമായ ഒരു ജയിൽവാസമാണ്. ജയിലിൽ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണവും രാജഗോപാൽ കഴിക്കത്തില്ല. രാജഗോപാലിന് വേണ്ടി പ്രത്യേക ഭക്ഷണം ജയിലിലേക്ക് കൊണ്ടുവരികയാണ്. ശരിക്കും ഒരു രാജാവിനെ പോലെ തന്നെയായിരുന്നു രാജഗോപാലിന്റെ ജയിൽവാസവും. അതിനിടയ്ക്കാണ് വിചാരണ ആരംഭിക്കുന്നത്. വിചാരണ ആരംഭിക്കുന്ന ദിവസം ജഡ്ജി കോടതി മുറിയിലേക്ക് വരുമ്പോൾ ജഡ്ജി പോലും ശരിക്കും ഞെട്ടിയെന്ന് പറയാം. കോടതിയിലേക്കുള്ള വഴിയും കോടതി മുറിയും ചുറ്റുപാടുകളൊക്കെ ഏതാണ്ട് പൂജാദ്രവ്യങ്ങൾ കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. ഈ കാഴ്ച കണ്ട ജഡ്ജി പോലീസിനോട് തിരക്കി, എന്താ ഇത്? അതിന് പ്രോസിക്യൂഷൻ പറഞ്ഞ മറുപടി, യുവർ ഓണർ, ഇത് ഞങ്ങളുമായി ബന്ധിപ്പിച്ച ആരും ചെയ്തതല്ല. ഇത് ചിലപ്പോ പ്രതി രാജഗോപാലിന്റെ ഇടപാടായിരിക്കും. അങ്ങനെ പ്രോസിക്യൂഷൻ പറഞ്ഞതും ജഡ്ജി രാജഗോപാലിനോട് പറഞ്ഞു, നോക്കേ, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഈ കോടതിയിൽ ഞാൻ അനുവദിക്കത്തില്ല. ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിക്കരുത്. ശരിക്കും ഒരു വാണിംഗ് ജഡ്ജി രാജഗോപാലിന് കൊടുത്തു തുടങ്ങിയതുകൂടിയാണ് കേസ് ആരംഭിക്കുന്നത്. ഒരു തരത്തിലും തന്നെ സ്വാധീനിക്കാൻ രാജഗോപാൽ ശ്രമിക്കരുതെന്നുള്ള ജഡ്ജിയുടെ ഒരു വാണിംഗ് ആയിട്ടാണ് പത്രങ്ങൾ അതിനെ റിപ്പോർട്ട് ചെയ്തത്. രാജഗോപാലിനെതിരെയുള്ള പോലീസിന്റെ കേസ് പൂർണ്ണമായും സാഹചര്യ തെളിവുകളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ്. പ്രിൻസിനെ അവസാനമായി ജീവജ്യോതി കാണുന്ന സമയത്ത് അവൾക്കും പ്രിൻസിനും ഒപ്പം രാജഗോപാൽ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കാൻ കോടതിയിൽ പറ്റിയാൽ രാജഗോപാലിന് പ്രിൻസിന് എന്ത് സംഭവിച്ചുവെന്ന് കോടതിയിൽ പറയേണ്ടി വരും. അതിനുവേണ്ടിയാണ് ഇൻസ്പെക്ടർ ദൈവസംഘമണി സകല വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നത്. രാജഗോപാലിന്റെയും ഗുണ്ടാ സംഘങ്ങളുടെയും യാത്ര വളരെ വിശദമായിട്ട് തന്നെ ദൈവസംഘമണി ശേഖരിച്ചിരിക്കുകയാണ്. രാജഗോപാലിനെയും പ്രിൻസിനെയും ഒരുമിച്ച് ജീവജ്യോതി അവസാനമായി കണ്ടത് ആ തിരുനെൽവേലിക്ക് സമീപത്തുള്ള കലിങ്കിൽ വെച്ചാണ്. ചെന്നൈയിൽ നിന്ന് കലിങ്ക് വരെയുള്ള ആ യാത്ര എങ്ങനെയാണ് സംഭവിച്ചതെന്നും ആ യാത്രയിൽ അവരെ ആരെല്ലാം എവിടെയൊക്കെ വെച്ച് കണ്ടു എന്നുള്ളതിന്റെ വ്യക്തമായ സാക്ഷിമൊഴികൾ ദൈവസിംഗമണി സംഘടിപ്പിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ നിന്ന് ആ സംഘം യാത്ര തിരിക്കുന്ന സമയം മുതൽ കലിങ്കിൽ എത്തിവരെയുള്ള കാര്യവും അവിടെ നിന്ന് 2 ടാറ്റ സുമുകളിലായി ആ സംഘം വേർപിരിയുന്നതൊക്കെ വിശദമായി തന്നെ ദൈവസിംഗമണി അയാളുടെ റിപ്പോർട്ടിൽ അവതരിപ്പിക്കുകയാണ്. ആ റിപ്പോർട്ടിനെ സാധൂകരിക്കാനുള്ള സാക്ഷികളെയാണ് ദൈവസിംഗമണിയും പ്രോസിക്യൂഷനും കൂടി അവതരിപ്പിക്കുന്നത്. അവരുടെ കഥ അനുസരിച്ച് ആ കലിങ്കിൽ നിന്ന് ഡാനിയലും സംഘവും പ്രിൻസുമായി യാത്ര ചെയ്ത ടാറ്റ സുമയിൽ വെച്ചാണ് പലതും നടക്കുന്നത്. ടാറ്റ സുമയ്ക്കുള്ളിൽ നിന്ന് മദ്യപിച്ച ഡാനിയലും സംഘവും മദ്യപിക്കുന്ന സമയത്ത് ബലമായി പ്രിൻസിന്റെ വായിലേക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുകയായിരുന്നു. അതിനുശേഷം അവർ പ്രിൻസിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു. ഈ കാര്യം ഡാനിയൽ അയാളുടെ കുറ്റസമ്മത മൊഴിയിൽ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ടാറ്റ സുമയിൽ ഉണ്ടായിരുന്ന ഡാനിയലും സംഘാംഗങ്ങളും ചേർന്ന് പ്രിൻസിനെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യാൻ പോലീസിന് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. പക്ഷേ ആ ടാറ്റ സുമയിലേക്ക് പ്രിൻസിനെ കയറ്റുന്ന സമയത്ത് രാജഗോപാൽ ദൃക്സാക്ഷി ആയിരുന്നു എന്ന് തെളിയിക്കാനാണ് ലേശം പാട്. അവിടെ രാജഗോപാലിനെ കണ്ട ഏക സാക്ഷി രാജഗോപാലിന്റെ ആളുകളല്ലാതെ ഉള്ളത് ജീവജ്യോതി മാത്രമാണ്. ജീവജ്യോതിയുടെ വാക്കുകളാണ് സർവപ്രധാനം. ജീവജ്യോതി രാജഗോപാലിനെ അവിടെ കണ്ടു എന്ന് വ്യക്തമായി കോടതിയിൽ പറയാൻ സാധ്യതയുണ്ടെന്ന് അറിയാവുന്ന രാജഗോപാൽ വളരെ മനോഹരമായ ഒരു ഗെയിം കളിക്കുന്നത് അപ്പോഴാണ്. പ്രിൻസിന്റെ സഹോദരനിൽ ഒരാൾ ഒരു പള്ളിയിലെ അച്ഛനാണ്, ഒരു പാസ്റ്ററാണ്. ആ പാസ്റ്ററെ കോടതിയിൽ വിചാരണ ചെയ്തപ്പോൾ പാസ്റ്റർ പറഞ്ഞത് രസകരമായ ഒരു മറുപടിയാണ്. അയാൾക്ക് കുഴിച്ചെടുക്കപ്പെട്ട പ്രിൻസിന്റെ ശരീരം കണ്ടപ്പോൾ അത് പ്രിൻസിൻ്റെതാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ലെന്നാണ്. കുഴിച്ചെടുക്കപ്പെട്ടത് പ്രിൻസിന്റെ ശരീരമല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നടക്കുന്ന വിചാരണ
പ്രിൻസുമായി ബന്ധപ്പെട്ട വിചാരണ അല്ല എന്ന് പറയേണ്ടി വരും. പ്രിൻസിന്റെ വിചാരണ അല്ല നടക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും കേസും രാജഗോപാലും തമ്മിൽ പിന്നെ ബന്ധമൊന്നുമില്ല. പ്രിൻസിന്റെ ജ്യേഷ്ഠൻ വിക്ടർ കാലുമാറിയിട്ടും കാലുമാറാത്ത ഒത്തിരി ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. അതിലൊരാള് പ്രിൻസിന്റെ ബോഡി ആ കൊടൈക്കനാലിലെ കാടിനകത്തുനിന്ന് പൊക്കി എടുത്തപ്പോൾ മുതൽ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അയാളാണ് ആ വാച്ചർമാർ ആവശ്യപ്പെട്ട പ്രകാരം ആ ബോഡി അവിടെ നിന്ന് എടുത്തതും അവസാനം ചടങ്ങുകൾക്ക് ശേഷം ആ ബോഡി കുഴിച്ചിടുന്നതും. അയാൾക്ക് രാജഗോപാലിന്റെ ആളുകൾ 50,000 രൂപ ആ കാലഘട്ടത്തിൽ ഓഫർ ചെയ്തതാണ്. അയാൾ കുഴിച്ചിട്ട ബോഡി അല്ല തിരിച്ച് കുഴിച്ചെടുത്തത് പറയാൻ വേണ്ടിയാണ് അങ്ങനെ ഓഫർ കൊടുത്തത്. പക്ഷെ ആ ഓഫർ നിരസിച്ചുകൊണ്ട് അയാൾ കോടതി പറഞ്ഞത് അയാൾ കുഴിച്ചിട്ട ബോഡി തന്നെയാണ് പോലീസ് തിരിച്ചെടുത്തതെന്നാണ്. ഇതുപോലെ തന്നെ നിർണായകമായ ഒരു മൊഴി നൽകിയത് ഡാനിയൽ കുറ്റസമ്മത മൊഴി നൽകിയപ്പോൾ സാക്ഷിയായിരുന്ന വില്ലേജ് ഓഫീസർ നടരാജനാണ്. നടരാജനെ സ്വാധീനിക്കാനായി രാജഗോപാലിന്റെ ആളുകൾ പഠിച്ച പണി 18 നോക്കിയതാണ്. പക്ഷെ കോടതിയിൽ നടരാജൻ ഡാനിയൽ മൊഴി പറഞ്ഞപ്പോൾ അയാൾ കണ്ടതും കേട്ടതും അതുപോലെ കോടതിയിൽ ആവർത്തിച്ചു. ഈ സാക്ഷികളെക്കാൾ ഏറെ വിധി പ്രഖ്യാപിക്കുന്ന സമയത്ത് ജഡ്ജ് സെൽവകുമാർ സൂചിപ്പിച്ചത് മറ്റു 2 സാക്ഷികളെയാണ്. ഒന്ന് തവമണി, 2 ജീവജ്യോതി. ഡിഫൻസിന്റെ വക്കീലന്മാർ കൊടികെട്ടിയ ആളുകളാണ്. അവർ തലങ്ങും വിലങ്ങും തവമണിയെയും ജീവജ്യോതിയും കുഴപ്പിക്കാൻ കഴിയുന്ന തലത്തിൽ ചോദ്യങ്ങൾ കൊണ്ടുവന്നിരുന്നു. പക്ഷെ ആ ചോദ്യങ്ങൾക്കൊക്കെയും വളരെ വ്യക്തമായ ഉത്തരമാണ് ജീവജ്യോതിയും അതുപോലെ തവമണിയും നൽകിയത്. ഒരു തരത്തിലുള്ള തടസ്സവുമില്ലാതെ അനർഗളമായി ജീവജ്യോതി ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു. ആ കാര്യം ജഡ്ജി സെൽവകുമാർ വിധിന്യായത്തിൽ വളരെ വ്യക്തമായി സൂചിപ്പിച്ചു. ജീവജ്യോതിയുടെയും തവമണിയുടെയും സാക്ഷിമൊഴികൾ ഇല്ലായിരുന്നുവെങ്കിൽ രാജഗോപാലിനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചാർജുകൾ നിലനിൽക്കാൻ ബുദ്ധിമുട്ടാകും എന്ന് തന്നെയാണ് ജഡ്ജി സെൽവകുമാർ സൂചിപ്പിച്ചത്. ശരിക്കും അതിനുശേഷം ജഡ്ജി സെൽവകുമാർ സകല ആളുകളെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു വിധിന്യായമാണ് പുറപ്പെടുവിച്ചത്. IPC 302 പ്രകാരം രാജഗോപാലിനെ ശിക്ഷിക്കുമെന്നാണ് സകലരും കരുതിയത്. പക്ഷെ അതിന് പകരം സെൽവകുമാർ 304 പ്രകാരമാണ് രാജഗോപാലിനെതിരെ വിധി പറഞ്ഞത്. IPC 302 എന്ന് പറയുന്നത് ശരിക്കും ആസൂത്രിതമായി ഒരു കൊലപാതകം നടത്തുന്നതുമായി ബന്ധിപ്പിച്ചാണ്. 304 ആകസ്മികമായി സംഭവിക്കുന്ന ഒരു മരണമാണ്. രണ്ടും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. രാജഗോപാലിന് 55 ലക്ഷം രൂപ പിഴയും 10 കൊല്ലം തടവുമാണ് ജഡ്ജി വിധിച്ചത്. ആ വിധി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അപ്പീൽ ചെയ്യാനുള്ള സമയം കൂടി രാജഗോപാലിന് അനുവദിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും വിധി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണെന്ന് അർത്ഥം. ആ സസ്പെൻഡ് ചെയ്യപ്പെട്ട വിധി നിലനിൽക്കുമ്പോഴാണ് രാജഗോപാൽ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതി ആ വിധി സ്റ്റേ ചെയ്തു. തുടർന്ന് ഒരു നിയമ പോരാട്ടം തന്നെ നടന്നു. ആ നിയമ പോരാട്ടം നടക്കുന്നതിനിടയിൽ ശരവണഭവൻ അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ശരവണഭവന്റെ ബ്രാഞ്ചുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. തമിഴ്നാട്ടിലും ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലും ശരവണഭവൻ ആരംഭിച്ചു. അതുപോലെ ലോകത്തിലെ എല്ലാ ഭാഗത്തും ശരവണഭവൻ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. 10 കൊല്ലത്തേക്ക് തടവ് ശിക്ഷ വിധിക്കപ്പെട്ട രാജഗോപാൽ ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാതെ ആ കേസ് നീട്ടി ഹൈക്കോടതിയിൽ എത്തിക്കുകയായിരുന്നു. ഹൈക്കോടതി ആ കേസിന്റെ വിധി പ്രഖ്യാപിക്കുന്നത് 2009 മാർച്ചിലാണ്. ഹൈക്കോടതി സെഷൻസ് കോടതി ചാർജ് ചെയ്ത 304 പകരം 302 ആ വിധി അങ്ങ് മാറ്റി. അതായത് ബോധപൂർവം പ്ലാൻ ചെയ്ത് ഒരു കൊലപാതകം രാജഗോപാൽ നടത്തിയതാണെന്ന് ഹൈക്കോടതി വിധി മാറ്റുകയാണ്. പക്ഷെ ഹൈക്കോടതി അതിന്റെ കൂടെ ഒരു കാര്യം കൂടി ചെയ്തു. നേരത്തെ ജീവജ്യോതിക്ക് കൊടുക്കാനായി സെഷൻസ് കോടതി പറഞ്ഞ ആ 55 ലക്ഷം രൂപ രാജഗോപാൽ കൊടുക്കണ്ട എന്ന് ഹൈക്കോടതി അങ്ങ് വിധി എഴുതി. 55 ലക്ഷം രൂപയുടെ ആ പെനാൽറ്റി ഹൈക്കോടതി കുറച്ചു കൊണ്ടുവന്നത് വെറും 30,000 ആയിട്ടാണ്. ഹൈക്കോടതി വിധിയുടെ ഫലമായിട്ട് രാജഗോപാലിന്റെ തടവുകാലം ജീവപര്യന്തമായി മാറിയിട്ടുണ്ട്. പക്ഷേ രാജഗോപാൽ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ആ വിധി സ്റ്റേ ചെയ്തു. 2009 മാർച്ചിലെ ഹൈക്കോടതിയുടെ ആ വിധി സ്റ്റേ ചെയ്ത സുപ്രീം കോടതി ആ കേസിന് തീർപ്പ് കൽപ്പിക്കുന്നത് 2019 ഇതിനിടയിൽ 10 കൊല്ലം കൂടി കടന്നുപോയി എന്ന് പറഞ്ഞാൽ ആകെ 18 കൊല്ലം കടന്നുപോയിരിക്കുകയാണ്. ഈ 18 കൊല്ലത്തിനിടയിൽ ശരവണഭവൻ പിന്നെയും വളർന്നു. ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും ശരവണഭവൻ ബ്രാഞ്ചുകളായി. ഇതിനിടയിലാണ് സുപ്രീം കോടതിയിലെ ആ വിധി വരുന്നത്. സുപ്രീം കോടതി വിധി രാജഗോപാലിന് എതിരായി. രാജഗോപാൽ 2019 ജൂലൈ 15 രാജഗോപാലിന്റെ കേസിന് ആസ്പദമായ വിചാരണ നടന്ന ആ കോടതിയിൽ കീഴടങ്ങണമെന്നാണ് സുപ്രീം കോടതിയിലെ അന്തിമ വിധി. സുപ്രീം കോടതി വിചാരണ കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികളിലൂടെ കടന്നു പോവുകയും ആ വിധി സസൂക്ഷ്മം പഠിച്ചതിന് ശേഷമാണ്
രാജഗോപാലിന് എതിരായി ഒരു അന്തിമ വിധി നടത്തിയിരിക്കുന്നത്. രാജഗോപാലിന് പ്രിൻസിന്റെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് അസന്നിഗ്ധമായി ബോധ്യപ്പെട്ടിരിക്കുന്നുവെന്നാണ് സുപ്രീം കോടതി വിധിയിൽ സൂചിപ്പിച്ചത്. സുപ്രീം കോടതി തപമണിയും ജീവജ്യോതിയും അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. രണ്ടുപേരും അണുപിട പോലും വിട്ടുകൊടുക്കാതെ രാജഗോപാലിനെതിരെ ഉറച്ചു നിന്നതാണ് പ്രോസിക്യൂഷന്റെ വ്യക്തമായ തെളിവായി മാറിയത്. പ്രോസിക്യൂഷന്റെ അനവധി സാക്ഷികൾ കാലുമാറിയപ്പോഴും ജീവജ്യോതിയും അവളുടെ അമ്മ തപമണിയും ശരിക്കും തുടക്കം മുതൽ അവസാനം വരെ ഒരേപോലെ രാജഗോപാലിനെതിരെ ശക്തമായി നിലനിൽക്കുകയായിരുന്നു. ജൂലൈ 15 കോടതിയിൽ കീഴടങ്ങണമെന്ന് പറയുന്ന സമയത്ത് രാജഗോപാൽ യഥാർത്ഥത്തിൽ ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന രാജഗോപാലിന് ഒരു കാരണവശാലും കോടതിയിൽ ഹാജരാകാൻ കഴിയില്ല എന്ന് രാജഗോപാലിന്റെ വക്കീലന്മാർ പറഞ്ഞെങ്കിലും പ്രോസിക്യൂഷന്റെ ആളുകൾ രാജഗോപാലിനെ കാണുന്ന സമയത്ത് രാജഗോപാൽ ആശുപത്രിയിൽ ഒരു കസേരയിൽ ഇരിക്കുന്ന കണ്ടു എന്ന് ജഡ്ജിയോട് പറഞ്ഞതും ജഡ്ജി അന്തിമ തീരുമാനം പറഞ്ഞു. രാജഗോപാൽ നിർബന്ധമായും കോടതിയിൽ എത്തിയിരിക്കണം. ജഡ്ജിയുടെ ആ ഉത്തരവ് അതുവരെ തമിഴ്നാടോ ഇന്ത്യയോ കണ്ടിട്ടില്ലാത്ത ചില രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ശരിക്കും ജഡ്ജിയുടെ ആ ഉത്തരവ് രാജഗോപാലിനെ ഒരു ആംബുലൻസിൽ കോടതിയുടെ മുറ്റത്തേക്ക് കൊണ്ടുവന്നു. ഓക്സിജൻ സിലിണ്ടറും മറ്റ് ജീവൻ രക്ഷാ ഉപകരണങ്ങളൊക്കെ ഘടിപ്പിക്കപ്പെട്ട ആ ആംബുലൻസിൽ കോടതി മുന്നാകെ എത്തിയ രാജഗോപാലിനെ കാണാനായി ജഡ്ജി താഴെ ഇറങ്ങി വരണമെന്ന് വക്കീലന്മാർ ആവശ്യപ്പെട്ടെങ്കിലും പ്രോസിക്യൂഷൻ നിർബന്ധ ബുദ്ധി പിടിക്കുകയായിരുന്നു. രാജഗോപാൽ കോടതിയിലേക്കാണ് വരേണ്ടത്, കോടതി രാജഗോപാലിന്റെ അടുത്തേക്കല്ല പോകേണ്ടത്. അങ്ങനെ പ്രോസിക്യൂഷൻ നിർബന്ധ ബുദ്ധി പിടിച്ചതും ആ ആംബുലൻസിൽ നിന്ന് രാജഗോപാലിനെ അനവധി ആളുകളുടെ സഹായത്തോടുകൂടി പുറത്തിറക്കി ആ കുഞ്ഞു ലിഫ്റ്റിൽ നേരെ മുകളിലേക്ക് കൊണ്ടുവന്നു. രാജഗോപാലിനെ കോടതി മുറിയിൽ കൊണ്ടുവരുന്ന ഈ രംഗങ്ങളൊക്കെ ലൈവായി ചാനലുകളെല്ലാം ടെലികാസ്റ്റ് ചെയ്യുകയാണ്. ശരിക്കും സെൻസേഷണൽ ആയിട്ടുള്ള ഒരു വാർത്തയായിരുന്നു അത്. രാജഗോപാൽ കോടതിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ജഡ്ജി രാജഗോപാലിനെ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ രാജഗോപാൽ മറുപടി പറയുകയും ചെയ്തു. അവിടെ നിന്ന് രാജഗോപാലിനെ ആംബുലൻസിൽ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. രാജഗോപാലിനെ ജയിലിൽ ആക്കാനുള്ള റിമാൻഡ് റിപ്പോർട്ടാണ് ജഡ്ജി പറഞ്ഞതെങ്കിലും രാജഗോപാൽ ശരിക്കും അത്യാസന്ന നിലയിൽ ആയതുകൊണ്ട് രാജഗോപാലിനെ വിവിധ കോടതി ഉത്തരവുകൾ പ്രകാരം വീണ്ടും ആശുപത്രിയിലേക്ക് വന്നു. 2019 ജൂലൈ 18 രാജഗോപാലിനെ ജയിലിൽ അടയ്ക്കാനായി മജിസ്ട്രേറ്റ് ഉത്തരവിട്ടിട്ട് അന്ന് 10 ദിവസമാവുകയാണ്. ഈ 10 ദിവസവും രാജഗോപാൽ ഹോസ്പിറ്റലാണ്. അന്ന് രാജഗോപാലിന് ഹോസ്പിറ്റലിൽ വെച്ച് ഒരു മാസീവ് ഹാർട്ട് അറ്റാക്ക് വന്നു. രാജഗോപാൽ മരിച്ചു എന്നുള്ള വാർത്ത ശരിക്കും ഒരു സെൻസേഷണൽ വാർത്തയായി മാറി. രാജഗോപാലിനെതിരെ ജീവജ്യോതി കൊടുത്ത കേസുമായി ബന്ധിപ്പിച്ചുകൊണ്ട് രാജഗോപാൽ കീഴടങ്ങിയ സമയത്ത് രാജഗോപാൽ 3 മാസം ജയിലിലായിരുന്നു. അതിനുശേഷം ജീവജ്യോതിയുടെ വീട് ആക്രമിച്ചപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട രാജഗോപാൽ 6 മാസം ജയിലിലായിരുന്നു. അങ്ങനെ ആകെ 9 മാസമാണ് രാജഗോപാൽ ജയിലിൽ കിടന്നത്. 18 കൊല്ലങ്ങൾക്ക് ശേഷം ജീവപര്യന്ത തടവ് അനുഭവിച്ചേ മതിയാകൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ അതിന് കാത്തു നിൽക്കാതെ രാജഗോപാൽ ഈ ലോകം വിടുകയായിരുന്നു. ശരിക്കും രാജഗോപാലും ജീവജ്യോതിയും തമ്മിലുള്ള ഈ യുദ്ധം നടക്കുമ്പോൾ രാജഗോപാലിന്റെ വീട്ടിൽ എല്ലാ ദിവസവും രാത്രി 9:30-ക്കും 10:00-ക്കും ഇടയിൽ അയാളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ ജീവനക്കാരിൽ പലരും എത്തും. അവിടെ എത്തുന്ന ആളുകൾ ഏകദേശം ഒരു 150ഓളം പേരുണ്ടാവും. അവരിൽ പകുതിയോളം പേർ ലീവ് കഴിഞ്ഞ് മടങ്ങി വന്നവരാവും. ബാക്കി പകുതി ലീവിൽ പോകാൻ പോകുന്നവരുമാവും. ആ 150ഓളം വരുന്ന ആ ചെറുപ്പക്കാരെ രാജഗോപാൽ പേരെടുത്ത് വിളിക്കും. ഓരോ ആളിനെയും പേരെടുത്ത് വിളിച്ച് അവർ വീട്ടിൽ പോയ കാര്യം ശരിയായോ എന്ന് തിരക്കും. ലീവിൽ പോകാൻ പോകുന്ന ആളോട് എന്തിനാണ് പോകുന്നത്, എന്താണ് ആവശ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തിരക്കും. ശരിക്കും ജീവനക്കാരുമായി വളരെ അടുത്ത ഒരു ബന്ധം രാജഗോപാലിനുണ്ടായിരുന്നു. അതുകൊണ്ടാകാം രാജഗോപാലിനെതിരെ സാക്ഷി പറയാൻ ഒട്ടുമുക്കൽ ആളുകളും വിസമ്മതിച്ചത്. ഒരു വല്ലാത്ത ബന്ധം ജീവനക്കാരുമായി രാജഗോപാൽ പുലർത്തിയിരുന്നു എന്നുള്ള സത്യമാണ്. ശരിക്കും ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള സക്സസ് സ്റ്റോറിയാണ് രാജഗോപാലിന് ബിസിനസ്സിലുള്ളത്. അതേ സമയത്ത് രാജഗോപാലിന് ഒരു ഭക്തിയുടെ മുഖം കൂടിയുണ്ട്. ഒരു മുരുക ഭക്തനാണ് രാജഗോപാൽ. രാവിലെയും വൈകുന്നേരവും മുരുക ക്ഷേത്രത്തിൽ പോകാനും തൊഴാനും അതിനുവേണ്ടി ക്ഷേത്രങ്ങൾ നിർമ്മിക്കാനും ഒക്കെ രാജഗോപാലിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഇതിനും അപ്പുറത്ത് മറ്റൊരു മുഖം കൂടി രാജഗോപാലിനുണ്ട്. അതാണ് രാജഗോപാലിന്റെ അന്ത്യത്തിലേക്ക് നയിച്ച പ്രധാന കാരണം. രാജഗോപാലിന് സ്ത്രീകളോടുള്ള ആ താല്പര്യം ശരിക്കും രാജഗോപാലിന്റെ അന്ത്യം വിളിച്ചു വരുത്തി എന്ന് പറയാം. രാജഗോപാലിന്റെ 2ാം ഭാര്യ കൃതിക ഈ കേസ് നടക്കുന്നതിനിടയിൽ 2015 രാജഗോപാലിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിച്ച് എങ്ങോട്ടോ മറയുകയായിരുന്നു. അതിനുശേഷം കൃതിക പൊതുമധ്യത്തിൽ വന്നിട്ടേയില്ല.
രാജഗോപാലിന്റെ മൂന്നാം ഭാര്യയാകുമെന്ന് രാജഗോപാൽ കരുതിയിരുന്ന ജീവജ്യോതി തല ഉയർത്തിപ്പിടിച്ചാണ് എപ്പോഴും കോടതി വരിക. 2009 ഹൈക്കോടതി വിധിക്ക് ശേഷം ജീവജ്യോതി രണ്ടാമതും വിവാഹം കഴിച്ചു. ആ വിവാഹ ബന്ധത്തിൽ ജീവജ്യോതിക്ക് ഒരു പുത്രനുണ്ട്. 2019 രാജഗോപാലിനെതിരെ സുപ്രീം കോടതി അന്തിമ വിധി പുറപ്പെടുവിക്കുമ്പോൾ ജീവജ്യോതിയുടെ മകന് 10 വയസ്സ് പ്രായമുണ്ട്. പക്ഷെ ഇതിനിടയിൽ അവളുടെ രണ്ടാം ഭർത്താവ് മരണപ്പെടുകയും ചെയ്തിരുന്നു. ജീവജ്യോതി ഇപ്പോൾ ഒരു ഹോട്ടൽ നടത്തുകയാണ്. അവളും അവളുടെ അമ്മയും കൂടിയാണ് ആ ഹോട്ടൽ നടത്തുന്നത്. അവളുടെ അച്ഛനും ഇതിനിടയിൽ മരണപ്പെട്ടിരുന്നു. അവളുടെ അച്ഛൻ്റെ പേരിലാണ് അവൾ ആ ഹോട്ടൽ റൺ ചെയ്യുന്നത്. ആ ഹോട്ടൽ ശരവണഭവനെ പോലെ വെജിറ്റേറിയൻ മാത്രമല്ല വിൽക്കുക, നോൺ വെജും ഉണ്ട്. അതോടൊപ്പം ജീവജ്യോതി ഒരു റെഡിമെയ്ഡ് ഗാർമെന്റ് ഷോപ്പും റൺ ചെയ്യുന്നുണ്ട്. ജീവജ്യോതി രാജഗോപാലിന്റെ മരണം അറിഞ്ഞപ്പോൾ പറഞ്ഞ ഒരു വാചകം ശരിക്കും അന്നത്തെ ഒരു സെൻസേഷണൽ വാർത്ത കൂടിയാണ്. അയാൾക്ക് അർഹതപ്പെട്ട ശിക്ഷ ലഭിക്കാതെ പോയല്ലോ, അയാൾക്ക് ഈ ശൈലിയിൽ മരണം ലഭിക്കാൻ പാടുള്ളതല്ല, അയാൾ ജീവരുന്തം തടവ് അനുഭവിക്കുക തന്നെ വേണമായിരുന്നു. രാജഗോപാലിന്റെ മരണവാർത്ത വൻതോതിൽ പത്രങ്ങളും ചാനലുകളും റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ആ വാർത്തകളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ജീവജ്യോതിയുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. രാജഗോപാൽ എന്ന ബിസിനസ് മാഗ്നറ്റിന്റെ വളർച്ചയായിരുന്നു സകല പത്രങ്ങളുടെ പ്രധാന ഹെഡിങ്. അതേ സമയത്താണ് ജീവജ്യോതിയുടെ ആ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ജീവജ്യോതി ഇപ്പൊ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തക കൂടിയാണ്. അതേ സമയത്ത് രാജഗോപാലിന്റെ യഥാർത്ഥ ഭാര്യ വള്ളി അമ്മാളിന്റെ 2 മക്കൾ ശരവണഭവൻ ബിസിനസ് 2 ശൈലിയിൽ കൈകാര്യം ചെയ്യണം. രാജ്യത്തിന് പുറത്തുള്ള ബിസിനസ് ഒരാൾ കൈകാര്യം ചെയ്യുമ്പോൾ രാജ്യത്തിന് അകത്ത ബിസിനസ് മറ്റേ കൈകാര്യം ചെയ്യുന്നു. ശരവണഭവന്റെയും രാജഗോപാലിന്റെയും ജീവജ്യോതിയുടെയും അവളുടെ പ്രിൻസിന്റെയും കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.